തിരുനാമത്തിന് മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് നൽകിയ ഭാഗ്യപദവിക്കായി ഞാൻ കർത്താവിന് നിറഞ്ഞ മനസ്സോടെ മഹത്വം അർപ്പിക്കുന്നു. മിഷൻ ജ്യോതി ഗോസ്പൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സുവിശേഷ മഹായോഗങ്ങളുടെ മൂന്നാം ദിന രാത്രിയിൽ ഈ യോഗ നടപടികൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിയന്ത്രിക്കുന്ന ഈ ടീമിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ മാത്യു മല്ലശ്ശേരി അവരുകൾ, പ്രാർത്ഥനയിൽ സഹായിച്ച അനുഗ്രഹീതരും ശ്രേഷ്ഠരുമായ ദൈവദാസന്മാർ, ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ മനോജ് പാസ്റ്റർ, ഒപ്പം തന്നെ പ്രിയ അനീസ് പാസ്റ്റർ, കഴിഞ്ഞ രാത്രി ദൈവവചനം ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട കർത്താദാസം പ്രിയ സേവ്യർ സാറ്, മറ്റ് അനുഗ്രഹീതരും കർത്താവിൻ്റെ വയലിൽ ശക്തമായി വേല ചെയ്യുന്ന ഏറെ ബഹുമാന്യരായ ദൈവദാസന്മാർ, മാതാപിതാക്കന്മാർ, എല്ലാവർക്കും ധന്യനും ആരാധ്യനുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഈ അങ്കണത്തിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർത്താൻ നിൽക്കുന്നത്. ആമുഖമായി ഇവിടെ ദൈവദാസൻ തൻ്റെ ജീവിത അനുഭവങ്ങളെ, സാക്ഷ്യങ്ങളെ പരിമിതമായ വാക്കുകൾ കൊണ്ട് ഓർമ്മപ്പെടുത്തിയത് എനിക്കൊത്തിരി സന്തോഷമുണ്ടായി. ഞാൻ ഇന്നലെയുള്ള കഴിഞ്ഞ ദിനങ്ങളിലെ എൻ്റെ ശുശ്രൂഷകളൊക്കെ ഞാൻ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം, ശുശ്രൂഷയിൽ ഏതെങ്കിലും നിലകളിൽ വളർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് വളർന്നു കഴിയുമ്പോൾ വന്ന മടികൾ മറന്നു പോകുന്ന അനവധി ആളുകളെ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നിരവധി ആളുകളെ അവരോട് ഞാൻ നേരിട്ടത് സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ പ്രിയ മാതാപിതാക്കന്മാരെ മുൻപോട്ട് വിളിച്ചു കൊണ്ടുവന്ന് നിർത്തി ആ അനുഭവം പങ്കിട്ടതിന് പ്രത്യേകമായ ഒരു അഭിനന്ദനം ഞാൻ മാത്യു പാസ്റ്റർക്ക് നൽകുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയുന്ന എൻ്റെ ജീവിത അനുഭവങ്ങളെല്ലാം പങ്കുവെക്കും. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഒന്നിച്ച് മേശയിലിരിക്കുമ്പോൾ ഒരു ചോറ് തറയിൽ അല്ലെങ്കിൽ ടേബിളിലേക്ക് വീണാൽ ഞാൻ കുഞ്ഞുങ്ങളെ വഴക്ക് പറയും. എൻ്റെ ഇന്നലകളെല്ലാം ഞാൻ മക്കളോട് പറയും. അതറിഞ്ഞു വേണം ഈ തലമുറ വളരുവാൻ. അതവർക്കൊരു അനുഭവമായിരിക്കും. ഞാനത് പിൻപറ്റുന്ന ഒരു എളിയ സുവിശേഷകനാണ്. വന്ന വഴികളൊക്കെ മറന്നു പോയാൽ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും വ്യത്യസ്തമായ ആംഗിളിലായി പോവും. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ ദാവീദിനെ കുറിച്ച് പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്നെടുത്തു എന്ന് നീ എപ്പോഴും ഓർത്തുകൊള്ളണം. കൊട്ടാരത്തിന്റെ ഉത്തുംഗമായ സിംഹാസനത്തിൽ നീ ഉന്നതനായി വിരാജിക്കുമ്പോഴും നീ എവിടെ നിന്നാണ് വന്നത്, എവിടെ നിന്നാണ് ഞാൻ നിന്നെ എടുത്തത് എന്ന് നീ മറന്നു പോകരുത്. അത് ജീവിതത്തിൽ ഒരു നല്ല അനുഭവം തന്നെയാണ്. ഈ മാതാപിതാക്കന്മാരെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് നിർത്തി ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച പാട്ട് പാടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇന്ന് പകൽ ഞാനൊരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണും. ആ വീഡിയോ അത് കണ്ട് ഞാൻ അല്പം വാവിട്ട് കരഞ്ഞ ഒരു ദൈവദാസനാ. കാരണം കൊല്ലത്ത് നടന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ട്. 42 വയസ്സുള്ള പിതാവ്, 2 കുഞ്ഞുങ്ങൾ, 9 വയസ്സും 6 വയസ്സും പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾ, ഭാര്യയുമായി അകന്നു മാറി നിൽക്കുന്നു. ആ കുടുംബജീവിതത്തിലെ അവരുടെ ചേർച്ചയില്ലായ്മ നിമിത്തം ഏറെ സങ്കടത്തോടെ കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ കൂടപ്പിറപ്പിന് വാട്സാപ്പിൽ ഒരു വോയിസ് അയച്ചു. ആ വോയിസൊക്കെ നിങ്ങൾ കേട്ട് ഞാനത് വിങ്ങിപ്പൊട്ടിപ്പോയി കേട്ട്. കാരണം എനിക്ക് വേറെ ആരുമില്ല സങ്കടം പറയുവാൻ. അണ്ണൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് പോവുകയാണ്. ഞങ്ങളെ ഒരിക്കലും വേർപിരിക്കരുത്, എൻ്റെ കുഞ്ഞുങ്ങളെ എന്നിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കരുത്, ഞങ്ങളെ ഒന്നിച്ച് വേണം ശുശ്രൂഷകൾ ചെയ്യാനെന്ന് പറഞ്ഞ കൂടപ്പറപ്പിന് അദ്ദേഹം വോയിസ് മെസ്സേജ് കൊടുത്തിട്ട് അവർ 3 പേരും ആത്മഹത്യ ചെയ്ത വാർത്ത കേട്ടു. അതിൻ്റെ ശവസംഹാരത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ ഞാൻ കാണുമ്പോൾ, അവരുടെ ആചാരപ്രകാരമുള്ള കാര്യം കാണുമ്പോൾ അവിടെ വന്ന എല്ലാവരും വാവിട്ട് കരയാണ്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ശബ്ദം ഇടറി, ഞാൻ കരഞ്ഞ ദൈവസന്നിധിയിൽ. പെട്ടെന്ന് എനിക്ക് ഈ അനുഭവം ഓർമ്മ വന്നു. വിദ്യാഭ്യാസമുണ്ട്, പാർക്കുവാൻ മണിമേടയുണ്ട്, പണമുണ്ട്. പക്ഷേ ജീവിതത്തിലെ ചെറിയ ദുഃഖങ്ങളുടെ നടുവിൽ ആത്മഹത്യയിലേക്ക് അവർ വഴിമാറുമ്പോൾ, ഇന്നലകളിലെ കടുത്ത വേദനയിലും പട്ടിണിയിലും ഞെരുക്കത്തിലും സത്യദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ഇന്ന് ആ തലമുറയുടെ ഒപ്പം നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം കൃപ കൊടുത്തു.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഇന്നലകളിലേക്ക് കണ്ണുകളൊന്ന് പായിച്ചാൽ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളും ഇപ്രകാരം എവിടെയെങ്കിലൊക്കെ മറഞ്ഞു പോയേനെ. പക്ഷേ മറഞ്ഞു പോകാതെ വണ്ണം അപ്പച്ചനെ അറിയാൻ ഒരു ഭാഗ്യം നമുക്ക് നൽകി, സൃഷ്ടാവിനെ അറിയാൻ ഒരു ഭാഗ്യം നമുക്ക് നൽകി. അതാണ് നമുക്ക് പറയാനുള്ളത്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. മാതാപിതാക്കന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്മയുണ്ടാകുവാനും ദീർഘായുസ് വരുവാനും അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്ന ദൈവവചനമാണ് നമുക്ക് ആപ്തവാക്യമായിരിക്കുന്നത്. അത് മുറുകെ പിടിക്കുന്ന തലമുറകളെ എക്കാലത്തും ദൈവം കഴിവിടുകയില്ല, അവരെ ചേർത്ത് പിടിക്കും. മറ്റൊരു സന്തോഷം കൂടെ എനിക്കുണ്ട് ഈ വീടുമായിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കേവലം സഭയിലെ ഒരു അംഗമായിരിക്കുന്ന സമയത്ത് ഇവിടെ മാത്യുപാസയുടെ സഹോദരന്റെ ഭവനത്തിൽ നടക്കുന്ന ജോൺസൺ പാസ്റ്ററിന്റെ ആത്മപിതാവ് നടത്തിവരുന്ന കൂട്ടായ്മയുടെ ഭാഗമായി അന്നിവിടെ ശുശ്രൂഷിക്കുന്ന അലിമുക്കിലുള്ള തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനോടൊപ്പം അദ്ദേഹം 21 ദിവസം ഉപവാസം ഇരിക്കുന്ന സമയത്ത് കൂടെ വന്ന് ഒരു വിശ്വാസിയായി ഇരുന്ന ഒരു എളിയ സഹോദരനാണ് ഞാൻ. സ്തോത്രം. ഇന്നിവിടെ ഇങ്ങനെ കൺവെൻഷൻ നിൽക്കാമൊന്നും ഓർത്തതല്ലെന്ന്, പക്ഷെ അന്ന് വന്ന് ഒരു പ്രാർത്ഥന കൂടി മടങ്ങിയതാണ്. അന്ന് ഞാൻ വരുമ്പോൾ എനിക്കൊന്ന് മാത്യു പാസ്റ്റർ നോർത്തിൽ എവിടെയൊക്കെ ജോലി അങ്ങനെ കേട്ടെൻ്റെ ഓർമ്മയുണ്ട്. എല്ലാ മുഖങ്ങളും പരിചയമില്ലെങ്കിലും ആ വീടും പരിസരങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അവിടെ വന്ന് 2 ദിവസം ആ ദൈവദാസനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച്, അന്നൊരു സുവിശേഷകനൊന്നുമല്ല, പ്രാർത്ഥിച്ച് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഞങ്ങൾ മടങ്ങിയത് ഞാൻ ഓർക്കുന്നു. പക്ഷെങ്കിൽ കാലങ്ങളേറെ കഴിഞ്ഞ് ഇവിടെ ഒരു സുവിശേഷകനായി ഒരു കൺവെൻഷൻ വേദി നിൽക്കാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. സ്തോത്രം. ദൈവം മറക്കുകയില്ല ആരെയും. സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ തിരുവചന ചിന്തയിലേക്ക് ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഈ രാത്രിയിലെ തിരുവചന ചിന്തകൾക്ക് ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ശബ്ദമുയർത്തിയ ഒരാൾക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 26-ാമത് വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മതി. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ തിരുവെടുത്തുകൾക്കായി സ്തോത്രം. ഒരുമിച്ച് ഈ വചനം ചിന്തിപ്പാൻ ഞങ്ങൾക്ക് കർത്താവ് ഭാഗ്യം നൽകണമേ. ഞങ്ങളുടെ എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. തകർന്നിരിക്കുന്ന നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവം ആശ്വസിപ്പിക്കണമേ. ദൈവമഹത്വം ഒരുമിച്ച് അനുഭവിപ്പാൻ കൃപ പകർന്നാട്ടെ. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ നല്ല രാത്രിക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികളിലായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചനം ആധികാരികമായി ദേശത്തോട് സുവിശേഷ ശബ്ദമായും പ്രവചനാത്മാവിലൊക്കെ സംസാരിപ്പാൻ ദൈവം തന്റെ ഭക്തന്മാരെ കരങ്ങളിൽ എടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി ഇവിടെ സംസാരിക്കേണ്ട തിരുവചനം എന്തായിരിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ഓർമ്മപ്പെടുത്തിയതും ഈ ദേശത്തോട് എന്റെ കേൾവിക്കാരോട് പങ്കുവെക്കുവാനും കർത്താവ് എനിക്ക് നൽകിയ സന്ദേശമാണ് ഇന്ന് രാത്രി കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങൾ പൊതുവായ ഇടങ്ങളിൽ, തുറസായ സ്ഥലങ്ങളിൽ ഉച്ചഭാഷിണിയുടെ സഹായത്തോടെ നടത്തപ്പെടുമ്പോൾ ചില ആളുകളുടെയെങ്കിലും ഹൃദയത്തിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരാം. ആ ചോദ്യം ഇതാണ്: ഇങ്ങനെയുള്ള യോഗങ്ങൾ ഏതെങ്കിലും അടച്ചിട്ട മുറികളിൽ, നിങ്ങളുടെ സഭാഹാളിനകത്ത് മറ്റാർക്കും ശബ്ദത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ ഏതെങ്കിലും ഒളിവിടങ്ങളിൽ ഇത് പ്രസംഗിച്ചാൽ പോരെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചിലരുടെ ഹൃദയത്തിൽ, എല്ലാവരുടെയും ഹൃദയത്തിലല്ല, ചിലരുടെ എങ്ങനെ ഹൃദയത്തിൽ ഉയരാൻ സാധ്യതകളേറെയാണ്. എന്തുകൊണ്ടാണ് സുവിശേഷം ഞങ്ങൾ പരസ്യമായി പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് ഒളിവിടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തിന് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ല സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ആഗമനത്തിന്റെ വേളയിൽ ദൂതന്മാർ പ്രത്യക്ഷമായിട്ട് ആട്ടിടയന്മാരായി അവരോട് പങ്കുവെക്കുന്ന സന്ദേശം വളരെ ശ്രദ്ധേയമാണ്. സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് സർവ്വലോകത്തിനുമുള്ളതാണ്, സർവ്വജനതയ്ക്കുമുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവരോടും ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. മറ്റൊന്ന്, ഇത് പൊതുവായ സ്ഥലങ്ങളിൽ, തുറസായ സ്ഥലങ്ങളിൽ ശബ്ദവാഹിനിയുടെ അകമ്പടിയോടുകൂടെ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ,
അതിന് മറുപടി വളരെ വ്യക്തമായി പുസ്തകം പറയുകയാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ ക്രിസ്തുവിന്റെ രക്തത്താൽ സകലരും രക്ഷ പ്രാപിക്കേണ്ടതിന് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏതെങ്കിലും ഒളിവിടങ്ങളിലല്ല ക്രൂശിച്ചത്, ആരും കാണാതെ ഏതെങ്കിലും മറവിടങ്ങളിലല്ല ക്രൂശിച്ചത്, അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെ ലോക ജനതയ്ക്ക് മുമ്പിൽ പരസ്യമായി നിർത്തിയിരിക്കുന്നതുകൊണ്ട് ആ ക്രൂശിന്റെ സന്ദേശവും പരസ്യമായാണ് പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എല്ലായിടങ്ങളിലും ഈ സുവിശേഷം പരസ്യമായി പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യോഗങ്ങൾക്ക്, പൊതുവായ യോഗങ്ങൾക്ക് പരസ്യ യോഗം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിന്റെ കാരണം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ സുവിശേഷം. ഈ സുവിശേഷം ഏതൊരു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്നതാണ്, ജീവിതത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരുന്നതാണ്, ജീവിതത്തിൽ അർത്ഥപൂർണമാക്കുന്നതാണ്, അവനെ ദിശാബോധമുള്ളവനാക്കി മാറ്റുന്നതാണ് സുവിശേഷം. സുവിശേഷത്തിന് മാത്രമേ ആ കഴിവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് രാത്രി നമ്മൾ വായിച്ച വാക്യം വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധ ബൈബിളിന്റെ എല്ലാ പുസ്തകങ്ങളും, 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ഈ സത്യഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ മാത്രമാണ് സത്യഗ്രന്ഥം എന്ന പേരിലും തിരുവെഴുത്ത് എന്ന പേരിലും അറിയപ്പെടുന്നത്. ലോകത്തിൽ എല്ലാ മതങ്ങൾക്കും അവരുടേതായ ഗ്രന്ഥങ്ങൾ, അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുവാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും അനുവാദമൊക്കെ ഉള്ളപ്പോൾ തന്നെ എല്ലാ ഗ്രന്ഥങ്ങളും എന്ന നിലയിൽ ആളുകൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ സത്യഗ്രന്ഥം എന്ന പേരിൽ വിവക്ഷിക്കപ്പെടുന്നത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. തിരുവെഴുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബൈബിൾ മാത്രമാണ്. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. അത് ഈ പുസ്തകത്തെ പറ്റി മാത്രമാണ് പറയുന്നത്. ദാനിയേൽ 10:21 പറയുന്നു, സത്യഗ്രന്ഥം എന്ന് വളരെ വ്യക്തമായി ഇത് വിവക്ഷിക്കപ്പെടുകയാണ്. എന്താണ് അങ്ങനെ വിവക്ഷിക്കാൻ കാരണം? ലോകത്തിലുള്ള മറ്റിതര ഗ്രന്ഥങ്ങൾ എല്ലാ ആളുകൾക്കും വായിക്കാൻ കഴിയത്തില്ല, എല്ലാ ആളുകൾക്കും പഠിക്കാൻ കഴിയത്തില്ല, എല്ലാ ആളുകൾക്കും അത് ഹൃദ്യസ്ഥമാക്കാൻ കഴിയത്തില്ല, എല്ലാവർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം അതിനെല്ലാം നിബന്ധനകളുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ അക്ഷരം അത് കേട്ടാൽ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നും, അക്ഷരം ഹൃദ്യസ്ഥമാക്കിയാൽ ഹൃദയം പിളർക്കണമെന്നും, അക്ഷരം ഉരുവിട്ടാൽ നാവ് പിടിതെടുക്കണമെന്നൊക്കെയുള്ള ആശയങ്ങൾ ഉയർന്നുന്ന കാലഘട്ടങ്ങളിൽ ബൈബിളിന്റെ പ്രഖ്യാപനം, ക്രിസ്തുവിന്റെ പ്രഖ്യാപനം അക്ഷരം പഠിക്കരുതെന്നല്ല, നിങ്ങൾ എന്നോട് ചേർന്ന് എന്ന് പറഞ്ഞ് ലോക ജനതയെ പഠിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച ഒരേ ഒരു പുസ്തകം അത് സത്യവേദ പുസ്തകം മാത്രമാണ്. ഇതിനുള്ളിൽ ആണ്ടുപോയ ജനതയെ വെളിച്ചത്തിന്റെ വിഹായസിലേക്ക് കൈപിടിച്ച് നടത്തിയ ഏക പുസ്തകം സത്യവേദ പുസ്തകമാണ്. ഇത് പഠിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ കുമ്പനാടോ പുനലൂരോ അല്ലെങ്കിൽ തിരുവല്ലയോ ബുക്ക് സ്റ്റാളുകളൊക്കെ വലിയ തിരക്ക് സമയമാണിപ്പോൾ. ഈ പുസ്തകം വാങ്ങിക്കാൻ ഏതൊരാൾക്കും ചെന്ന് വാങ്ങിക്കാം, ഏതൊരാൾക്കും ഇത് വായിക്കാം, ഏതൊരാൾക്കും ഇതിൽ വിശ്വസിക്കാം, ഏതൊരാൾക്കും ഇത് പ്രസംഗിക്കാം. നിബന്ധനകളില്ല. സമൂഹത്തിന്റെ ഏത് തുറയിൽപ്പെട്ട ആളിനും വാങ്ങുവാനും വായിക്കുവാനും പഠിക്കുവാനും അനുവാദം കൊടുത്തിരിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനൊന്നും വ്യത്യാസമില്ല. ഇവിടെ ആർക്കും വായിക്കുവാനും പഠിക്കുവാനും അനുവാദം കൊടുത്തിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. കാരണം മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും വഴിയും രക്ഷയുടെ വഴികളെല്ലാം ഈ പുസ്തകത്തിൽ മാത്രമാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി അതിൽ നിന്നൊരു ഭാഗമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. 66 പുസ്തകങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിനെ, മാനവജാതിയുടെ വീണ്ടെടുപ്പുകാരനായ പാപപരിഹാരകനായ ക്രിസ്തുവിനെ ഓരോ നിലകളിൽ നിഴലായി വെളിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. 2 ഏടുകളായി തിരിച്ചിരിക്കുന്ന പുസ്തകം പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും 2ആയി തിരിച്ചു പഠിക്കുമ്പോൾ പഴയ നിയമ ഭാഗങ്ങളിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമ ഭാഗങ്ങൾ 27മായി നിജപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അതിനെ പല ഭാഗങ്ങളായി വിഭാഗിച്ചുകൊണ്ട് വിവിധ നിലകളിൽ പഠിക്കുമ്പോൾ ഇതിനെ പാരായണം ചെയ്യുന്ന, പഠിക്കുന്ന ഏതൊരാൾക്കും കണ്ടെത്താൻ കഴിയുന്നത് അമൂല്യമായ നിധികളാണ്. കാരണം വീണുപോയ മനുഷ്യൻ, ദൈവിക സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവ തേജസ് പാപം നിമിത്തം ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ
മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, വീണ്ടെടുക്കുവാൻ ദൈവം ആസൂത്രണം ചെയ്ത പവിത്രമായ പദ്ധതിയുടെ വിശകലനമാണ് 66 പുസ്തകങ്ങളുടെ വിളംബരം എന്ന് പറയുന്നത്. ഓരോ പുസ്തകങ്ങളിലും ക്രിസ്തുവിനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങളുടെ സന്ദേശം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഉൽപ്പത്തിയിൽ അവൻ സ്ത്രീയുടെ സന്തതിയാണ്, പുറപ്പാടിൽ അവൻ പെസഹ കുഞ്ഞാടാണ്, ലേവ്യ പുസ്തകത്തിൽ അവൻ പരമയാഗമാണ്, സംഖ്യാപുസ്തകത്തിൽ അവൻ അടിക്കപ്പെട്ട പാറയാണ്, ആവർത്തന പുസ്തകത്തിൽ അവൻ വരുവാനുള്ള പ്രവാചകനാണ്, യോശുവയിൽ അവർ സൈന്യാധിപനാണ്, ന്യായാധിപന്മാരിൽ ശ്രേഷ്ഠനായ ന്യായാധിപനാണ്, 1-2 ശമൂവേൽ രാജാക്കന്മാർ ധനുവൃത്താന്തത്തിൽ അവൻ നിത്യരാജാവാണ്. ഇങ്ങോട്ടുള്ള പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, എസ്രാ, നെഹമ്യാ, എസ്തേർ, ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആലയത്തിന് പുനഃസ്ഥാപകൻ, മതിലിനെ പണിയുന്നവൻ, ജനത്തെ മടക്കി വരുത്തുന്നവൻ, സ്വജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ, ഇങ്ങനെ 66 പുസ്തകങ്ങളിലും ക്രിസ്തുവിനെയാണ് ഒന്നോടൊന്ന് ചേർത്ത് വിളംബരം ചെയ്തിരിക്കുന്നത്. 39-ാമത്തെ പുസ്തകമായ മലാക്കി നീതി സൂര്യൻ ലോകോപശാന്തിയോട് വെളിപ്പെടുമെന്നുള്ള പ്രഖ്യാപനത്തോടെ അവസാനിക്കുമ്പോൾ ആ നീതി സൂര്യന്റെ ഈ ഐഹിക ആഗമനമാണ് സുവിശേഷങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 സുവിശേഷകർ ഒരേ സുവിശേഷത്തെ 4 വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് എഴുതിയിട്ട് അവർ വിവിധ ഗ്രൂപ്പ് ആളുകൾക്ക് അത് എഴുതുമ്പോൾ യേശുക്രിസ്തുവിനെ വിവിധ നിലകളെ വീക്ഷിക്കുകയാണ്. യഹൂദന്മാരുടെ രാജാവായും ദാസനായും മനുഷ്യപുത്രനായും ദൈവപുത്രനായും സുവിശേഷകർ 4 പേരതിനെ വിവക്ഷിക്കുമ്പോൾ, മാനവരക്ഷയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മണ്ണിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലഭാഗെ ഇരുന്ന് പരിശുദ്ധാത്മാവിനാൽ സഭയെ, ജനത്തെ നിയന്ത്രിക്കുന്ന നല്ല മധ്യസ്ഥനെ പ്രവൃത്തി വിളിച്ചു കാട്ടുമ്പോൾ റോമാലേഖനം ആ സൽപ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെട്ടവന്റെ വിശ്വാസ ജീവിതത്തെ കാണിക്കുകയാണ്. അവന്റെ വിശുദ്ധീകരണം കൊരിന്ത് ലേഖനം, അവന്റെ സ്വാതന്ത്ര്യം ഗലാത്യ ലേഖനം, സ്വർഗത്തിലെ അവന്റെ ആത്മാനുഗ്രഹങ്ങൾ എഫേസ്യ ലേഖനം, സ്വർഗത്തിലെ അവന്റെ സന്തോഷമാണ് ഫിലിപ്പ്യ ലേഖനം, അവിടെ ക്രിസ്തുവിലെ തികവാണ് കൊലോസ്യ ലേഖനം, 1-2 തെസ്സലോനിക്ക ലേഖനങ്ങൾ പറയുന്നത് ആ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിലെ സന്തോഷമാണ് പറയുന്നത്. 1-2 തീമോത്തിയോസ്, തീത്തോസ് ലേഖനങ്ങൾ പറയുന്നത് ഉത്തമ സഭാ ജീവിതം, നല്ല മാതൃകാപരമായ ജീവിതം. ഇടയ ശുശ്രൂഷ വ്യാഖ്യാനിക്കുമ്പോൾ ഇതാ പിന്നീട് ഭാഗങ്ങൾ ഫിലോമേൻ നമുക്കുള്ള ജാമ്യമാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിലും ഓരോ ലേഖനങ്ങളിലും കൃത്യമായി അക്കമിട്ട് യേശുക്രിസ്തുവിനെ വ്യക്തമായി വിളിച്ചറിയിക്കുകയാണ്. ഫിലോമേൻ പറയുന്നത് സ്വർഗത്തിൽ നമുക്കുള്ള ജാമ്യമാണ്. എബ്രായ ലേഖനക്കാരൻ പറയുന്നത് ശ്രേഷ്ഠ മഹാപുരുഷനായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. ഇതാ പത്രോസ് പറയുന്നത്, തന്റെ ലേഖനത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലെ പ്രത്യാശയാണ്. യോഹന്നാൻ ക്രിസ്തു എന്ന ദൈവസ്നേഹത്തിന്റെ ആഴം കാണി നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ആഴം യോഹന്നാൻ തന്റെ ലേഖനങ്ങളിൽ പ്രഖ്യാപിക്കുമ്പോൾ യൂദാ പറയുന്ന 1000 വിശുദ്ധന്മാരോടുകൂടെ ഇതാ ന്യായാധിപനായി വരുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പാട് പുസ്തകം 66-ാം പുസ്തകം വിളിച്ചു പറയുന്നത് പങ്കം തെല്ലുമില്ലാത്ത തനി തങ്ക നിർമ്മിതമായ സപ്തശാഖിയായ നിലവിളക്കിൽ നിൽക്കുന്ന അഗ്നിയാലെ കൊത്ത കണ്ണുള്ള കർത്താവിനെ ആത്മമണാളനായ ക്രിസ്തുവിനെ വരച്ചു കാട്ടിക്കൊണ്ട് 66 പുസ്തകങ്ങളും വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. ആ ക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവെന്ന് വിളംബരം ചെയ്തുകൊണ്ട് മത്തായി എഴുതിയ അനുഗ്രഹീതമായ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തകൾക്ക് ആധാരമായിട്ട് നമ്മൾ വായിച്ചിരിക്കുന്നത്. ആ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ആ വാക്യം ശ്രദ്ധയോടെ വായിച്ചാൽ ഇരട്ട ചോദ്യചിഹ്നമിട്ട ഒരു വാക്യം. 2 ചോദ്യചിഹ്നമാണ് ആ വാക്യത്തിനകത്ത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരുവൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? രണ്ടാമത്തെ ചോദ്യം, അല്ല, തന്റെ പ്രാണനെ വീണ്ടുകൊള്ളുവാൻ, ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? വളരെ ശ്രദ്ധേയമായ, ഗഹനമായ, ആഴമായ 2 ചോദ്യങ്ങൾ. ഇന്ന് രാത്രി ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ വചനം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ 16-ാം അധ്യായത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവസഭയെക്കുറിച്ചുള്ള പ്രഥമമായ പ്രഖ്യാപനം കർത്താവ് നടത്തുന്നത് ഈ ഭാഗത്താണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഈ ഭാഗം ഞാൻ ധ്യാനിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പ്രത്യേകമായ സ്ഥലത്ത് വരുമ്പോൾ യേശു ഈ പ്രഖ്യാപനം നടത്തി, എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് ഞാൻ പഠനം നടത്തിയപ്പോൾ എൻ്റെ വായനയിലും പഠനത്തിലും അതിലുപരി
പ്രാർത്ഥനയിൽ ആത്മാവ് നൽകിയ ആ വെളിപ്പാടോട് ചേർത്താണ് ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്ഥലത്തെ പറ്റി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്, ഇത് ഫിലിപ്പിന്റെ കൈസരിയ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തിന് എന്തെങ്കിലും ചരിത്രപരമായ പ്രാധാന്യമുണ്ടോ എന്നൊരു പഠനം ഞാൻ നടത്തുമ്പോൾ എന്റെ വായനയും പഠനമൊക്കെ ചെന്ന് നിന്നത് മറ്റൊരു മേഖലയിലാണ്. അതിന്റെ കാരണം, ഈ പുസ്തകത്തിന്റെ എഴുത്തിന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തു ഈ വിളംബരം നടത്തുന്ന ഈ സമയത്ത്, ഫിലിപ്പിന്റെ കൈസരി എന്നറിയപ്പെടുന്ന ഈ പട്ടണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബാലിന്റെ ആരാധനകൾ ഉയർന്നു നിന്ന, ബാലിന്റെ മന്ദിരങ്ങൾ ഉയർന്നു നിന്ന, ബാലിന്റെ മന്ത്രോച്ചാരണങ്ങൾ അന്തരീക്ഷത്തെ മുഖരിതമാക്കി അവിടെ നടത്തുന്ന യാഗങ്ങളുടെ ആ പ്രത്യേകമായ അനുഭവങ്ങൾ കൊണ്ട് അന്തരീക്ഷം ഒരു പ്രത്യേകമായ പുകപടലം പിടിച്ചു കിടന്ന ഒരു മേഖലയും. കാലങ്ങൾ ഏറെ കഴിയുമ്പോൾ ആ നാട് റോമക്കാർ പിടിച്ചടക്കുകയും അവരുടെ അധീനതയിലാക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവർ ബാലിന്റെ പഴയ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് അതിനെ പുനരുദ്ധരിച്ച് പണിതെടുത്തിട്ട് റോമക്കാർ ആ പട്ടണത്തെ പ്രകൃതിയുടെ ദേവനായ പാൻ ദേവന് സമർപ്പിച്ചുകൊണ്ട് ആ പട്ടണത്തിന് പാനയാസ് എന്ന നാമകരണം ചെയ്തു. കാലങ്ങൾ ഏറെ കഴിയുമ്പോൾ ഈ പട്ടണം വീണ്ടും നശിക്കുകയാണ്. അങ്ങനെ താറുമാറായി നാമാവിശമായി കിടന്ന ഈ പട്ടണത്തെ അടുത്ത കൈസറായിരിക്കുന്ന ഫിലിപ്പിന്റെ കാലഘട്ടം വരുമ്പോൾ അദ്ദേഹം ഈ പട്ടണത്തെ പണിത് ഉദ്ധരിക്കുകയും കൈസരുടെ പ്രീതി സമ്പാദിക്കേണ്ടതിനെ അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് ഫിലിപ്പിയ കേസരിയ എന്ന പേരിൽ ഈ പട്ടണത്തെ നാമകരണം ചെയ്ത് അറിയപ്പെട്ടു. അത് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഫിലിപ്പിന്റെ കൈസരിയ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. ആ സ്ഥലത്തെത്തുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെക്കുറിച്ചുള്ള പ്രഥമമായ വെളിപ്പാട് തന്റെ ദാസന്മാർക്ക് കൊടുക്കുന്നത്. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് നൽകിയ ആത്മീയ ദൂതാണ്. യാതൊരു സാധ്യതകളുമില്ലാതെ ഇന്നലകളിൽ ബാലിന്റെ ആരാധനകളും പാണ്ഡവന്റെ ആരാധനകളും അവരുടെ യാഗാദി കർമ്മങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്ന ഈ ബാലിന്റെ ആരാധനയുള്ള സ്ഥലം, ഈ പാനയാസ്, ഈ ഫിലിപ്പിന്റെ കാലത്ത് ഫിലിപ്പാണ് കർത്താവ് എന്ന് പറഞ്ഞ് ആരാധിക്കുവാൻ ജനത്തെ ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവത്തെ, സത്യദൈവത്തിലേക്ക് ജനത്തെ കടത്തിവിടാതെ മനുഷ്യ ദൈവങ്ങളെ ആരാധിച്ച് അതിന്റെ ആരാധനയുടെ ശബ്ദങ്ങൾ ഉയർന്നു നിന്ന, അതിന്റെ മന്ദിരങ്ങൾ അടക്കി വാണിരുന്ന ഫിലിപ്പിന്റെ കൈസരി നിൽക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ സിദ്ധാവായിരിക്കുന്ന കർത്താവിന്റെ വിളംബരവിലാണ്: ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ തന്റെ പണികൾ തുടങ്ങുമ്പോൾ അതിനെ ഉടച്ചു കളയുവാൻ ഒരു പാതാള ഗോപുരങ്ങൾക്കും കഴിയില്ലെന്നുള്ള ശക്തമായ പ്രഖ്യാപനമാണ് നടത്തുന്നത്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ കർത്താവ് ചോദിച്ച, കർത്താവ് ഇവിടെ എന്തിനാണത് പറഞ്ഞത് എന്ന് പറഞ്ഞ, കുഞ്ഞെ നീ കുറിച്ചിട്ട് കൊള്ളുക, സാധ്യതകൾ ഒന്നുമില്ലാത്ത ഇടങ്ങളിലാ അസാധ്യമായതിനെ കുറിച്ച് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. കർത്താവ് ഇവിടെ എങ്ങനെയാണ് പോകുന്നത്? പുതിയ മിനിസ്റ്റർ തുടങ്ങിയ മേഖലകൾ, സാധ്യതകൾ ഒന്നുമില്ല, വിപുലപ്പെടാൻ യാതൊരു മാർഗവുമില്ല, ഇത് നിർത്തുകയല്ലാതെ ഒരു വഴിയില്ലെന്ന് ഹൃദയത്തിൽ ചിന്ത വന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നത്, സഭയെ പണിയുന്നത് അമ്പലമാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അരുളി ചെയ്തവൻ തമ്പുരാനാണെങ്കിൽ തമ്പുരാൻ പണിയും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രഥമമായ പ്രഖ്യാപനം കൊടുത്ത് നിരവധി കാര്യങ്ങൾ പറഞ്ഞു വരുന്ന അധ്യായത്തിന്റെ അവസാന ഭാഗത്തെ ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചിരിക്കുന്നത്. അവിടെ പറയുന്ന വാക്യം ഇതാണ്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ആ തുടങ്ങുന്ന പദം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാണ്. ഒരു മനുഷ്യൻ. സ്തോത്രം. അതിന്റെ പ്രത്യേകത, ഒരു മനുഷ്യനെ പോലും വിലയുള്ളവനായി കാണുന്ന ഏക പുസ്തകം ബൈബിളാണ്. കാരണം ഒരു കാലഘട്ടങ്ങൾ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിലും താഴ്ന്ന സമൂഹങ്ങളെ കൊന്നു തള്ളിയ ഒരു പൂർവ്വ ചരിത്രം നമുക്കുണ്ട്. അവരെ പാടത്തും പറമ്പിലും ഒക്കെ ചവിട്ടിത്താഴ്ത്തിയും ഇകഴ്ത്തിയും ഒക്കെ
ഉന്മൂലനം ചെയ്ത ഒത്തിരി ഒത്തിരി ചരിത്രങ്ങൾ ഇന്നലകളിൽ നമുക്ക് പഠിക്കുവാനുണ്ട്. പക്ഷേ വേദപുസ്തകത്തിന്റെ ആഗമനത്തോടുകൂടെ അങ്ങനെ ചവിട്ടിത്താഴാൻ സാധ്യതയുള്ള മേഖലകളിലേക്കാണ് പുസ്തകം ആദ്യം ഇറങ്ങിച്ചെന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ മുമ്പ് മാത്തിപ്പാസ പറഞ്ഞ പോലെ പലരും പറയും ഇത് അമേരിക്കൻ പണമാണ്. ചിലർ പറയുന്നത് പാൽപ്പൊടിയും അരിയൊക്കെ കൊടുത്ത് വശത്താക്കുന്ന പരിപാടി. ഇതൊന്നുമല്ല. സ്തോത്രം. മുമ്പ് പറഞ്ഞല്ലോ, കർത്താവിന്റെ വേല ഞങ്ങൾ ഒരു പ്രതിഫല ഇച്ഛയില്ലാതെ ചെയ്യുന്നത്, വേണ്ടതൊക്കെ ദൈവം തരുന്നു. സ്തോത്രം. ദേവദാസൻ പറഞ്ഞു, പലപ്പോഴും ഞാൻ വരുമ്പോൾ എൻ്റെ വണ്ടി പരിശോധിക്കും, പൊട്ടലുണ്ടോ. ഇന്നും പരിശോധിക്കണം, അല്ലെ ഞാൻ വീട്ടിൽ പോവുകയില്ല. സ്തോത്രം. കാരണം എന്നെ സങ്കടമൊന്നുമില്ലെന്ന്. ഒരു 10-17 കിലോമീറ്റർ നടക്കണേ, അങ്ങ് നടക്കും. സ്തോത്രം. കാരണം പുസ്തകം പഠിപ്പിക്കുന്ന ലേവ്യൻ വേല ചെയ്യുന്നത് വിശ്വാസത്തിന്മേലാണ്. വിശ്വാസത്തിന്മേല കരുതും എന്നൊരു വലിയ ഉറപ്പുണ്ട്. കരുതും. സ്തോത്രം. ദൈവം നടത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു മനുഷ്യന് വില കൽപ്പിക്കുന്ന പുസ്തകം ബൈബിൾ മാത്രമാണ്. അതുകൊണ്ടല്ലേ ഒരു മനുഷ്യനെ തേടിയാണ് ഗദരദേശത്തേക്ക് പോയതല്ലേ? ഒറ്റ മനുഷ്യൻ തേടിയാണ്. ഇത്രയും ശിഷ്യന്മാരെ കടലിലെ പ്രയാസത്തിൽ നടത്തി കർത്താവ് ഒരാളെ തേടി. പോട്ടെ, ഒരാൾ പോയാ പോട്ടെന്ന് വെച്ചപ്പോഴോ. കാരണം ഒന്നിന് വിലയുണ്ടെങ്കിലേ ഗുണിതങ്ങൾക്ക് വിലയുള്ളൂ. ഇപ്പൊ നമ്മൾ കടയിൽ ചെന്ന് തേങ്ങയ്ക്ക് വില ചോദിക്കുക. 10 തേങ്ങയ്ക്കല്ല വില ചോദിക്കുന്നത്. ഒരു തേങ്ങയ്ക്ക് 30 ആണെങ്കിൽ 10 തേങ്ങയ്ക്ക് എത്ര? 300. ഒരു തേങ്ങയ്ക്ക് വില ഇല്ലെങ്കിലോ? ഒന്നിനുമില്ല. ഒന്നിന് വില ഉണ്ടെങ്കിലേ ഗുണിതങ്ങൾക്ക് വില. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് പോയാലും തേടി എന്ത് ചെയ്യും? എന്നെ സംബന്ധിച്ച് ഏത് കൊച്ചി യോഗത്തിൽ വിളിച്ചാലും ഞാൻ പോയി പ്രസംഗിക്കും. 5 പേരെ ഉള്ളവരും 2 പേരെ ഉള്ളവരും ഒരാളെ ഉള്ളവരും ഞാൻ പോയി പ്രസംഗിക്കും. അപ്പൊ എന്നോട് ചില പറയും, അച്ഛാ നല്ല മെസ്സേജ് ഒന്നും അവിടെ കൊണ്ടിങ്ങനെ ഒരാൾക്ക് വേണ്ടി കളയരുത്. അച്ഛൻ നല്ല മെസ്സേജ് അല്ല പറയുന്നത്. ഇതൊക്കെ എത്രയും പഠിച്ചിട്ട് കൊണ്ടുവന്ന് അവിടെ ഒരാൾക്ക് വേണ്ടി. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾ ഉറങ്ങുകയായിരിക്കും, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പ്രസംഗിക്കാൻ ഞാൻ വരേണ്ടവനല്ല. ആരും തേടി വരാതിരുന്നൊരു സമയത്ത് എന്നെ തേടി വന്ന ഒരുവനുണ്ട്. സ്തോത്രം. 98 എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ എൻ്റെ നട്ടലിന് പ്രയാസമുണ്ടായി. ഇപ്പോഴും എൻ്റെ ഒരു ഡിസ്ക് ബൾജ് ചെയ്ത് നിൽക്കുക. ഡോക്ടർ പറഞ്ഞു, ഇനി ജോലി ചെയ്യരുത്, എല്ലാം കഴിച്ചുകൊണ്ട് വീട്ടിൽ കട്ടിലേ കിടന്നോണം. അപ്പം ഞാൻ ചേച്ചിയോണ്ട് പറഞ്ഞു, മാസം സാധനം കൂടെ വീട്ടിൽ തരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്നോളാന്ന് പറഞ്ഞു. വിശ്രമിക്കുക. വീട്ടിൽ തന്നെ നേഴ്സുമാരൊന്ന് ഇഞ്ചക്ഷൻ ചെയ്യുന്ന വീട്ടിലേക്ക് കിടക്കുകയാണ്. അന്നൊരു നല്ല വിശ്വാസി എന്ന നിലയിൽ പോലും ഞാൻ എത്തപ്പെട്ടിട്ടില്ല. ഞാൻ അവിടെ കിടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ഒരു പ്രയാസത്തിലേക്ക് എന്നെ വിടാനായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് നീ കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. ഒറ്റത്തടിയല്ല, സാരമില്ല. എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, ഇപ്പോൾ ഭാര്യയുണ്ട്. ഇവരെല്ലാവരെയും ശുശ്രൂഷിക്കേണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് ദൈവനോട് മനസ്സറിയണം. എനിക്കങ്ങനെ കരയാനൊന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തിരിയുമ്പോൾ ഞാൻ കിടന്ന കട്ടിലിനടുത്ത് ടീപ്പോയിൽ മുമ്പെപ്പോഴോ വന്ന ദൈവദാസന്മാരാരോ വന്നൊരു ട്രാക്ട് അവിടെ ഇരിപ്പുണ്ട്. ഒരു മഞ്ഞ കളറുള്ള ട്രാക്ട്. അതിനകത്തെ കുറിവാക്യം ഇതാണ്: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന. ഞാൻ ഈ ട്രാക്ട് എടുത്ത് വായിച്ച് എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഞാൻ ചുവരോട് ചേർന്ന് ഞാൻ, കർത്താവേ, ഈ വാക്യം സത്യമെങ്കിൽ ഈ കിടക്കയെ തന്നെ എഴുന്നേൽപ്പിക്കണം. എഴുന്നേൽപ്പിച്ചാൽ ഇനി ഓടുന്നതെല്ലാം അങ്ങയ്ക്ക് വേണ്ടിയായിരിക്കും. അന്ന് അവിടുന്ന് എഴുന്നേൽപ്പിച്ചതാ. ഡോക്ടർ പറഞ്ഞ 10 കിലോമീറ്ററുകൾ വണ്ടി ഓടിക്കല്ലെന്ന ഞാൻ ഇവിടുന്ന് മൈസൂർ വരെ വണ്ടി ഓടിച്ച് പോയി സുവിശേഷം പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മാത്യപ്പാഷ അനുഭവം വരെ ഒത്തിരി പറയാൻ എനിക്കുണ്ട്. സ്തോത്രം. ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിലും വചനത്തിലേക്ക് ഞാൻ മാറുക. ഇനി ഒരിക്കലത് പങ്കുവെക്കാം. സ്തോത്രം. കർത്താവിനെ എഴുന്നേൽപ്പിച്ച് ഇന്നും ബലത്തോടെ 2 കുഞ്ഞുങ്ങളുടെ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞാൻ പറഞ്ഞത്, ഒരുവനെ തേടി വന്നത് കൊണ്ടാണ് ഞാനും ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. ചിലരെ സംബന്ധിച്ച് പോകത്തില്ല. കാരണം അവർ പറയും, എത്ര പേര് കൂടും? 500 പേര് കൂടുമോ കുറഞ്ഞത്? എന്നാലേ അവർക്ക് പ്രസംഗിക്കാൻ ഒരു ഓളമൊക്കെ ഉള്ളൂ. 500 പേരുണ്ടെങ്കിലും 1000 പേരുണ്ടെങ്കിലും ഇവർ വന്ന് പ്രസംഗിക്കുന്ന വിഷയം ഏതാണെന്നറിയാമോ? ഗദരദേശത്തിലെ ബോധകസ്ഥന്റെ വിഷയമാണ്. ഇവർക്ക് ആള് വേണം പ്രസംഗിക്കാൻ. പക്ഷെങ്കിൽ ആളുള്ളിടത്ത് ഇവർ വന്ന് പ്രസംഗിക്കുന്ന വിഷയം ഏതാ? ഗദരദേശത്തെ ഒരാളെ തേടി യേശു പോയി. അങ്ങനെ പ്രസംഗിക്കുന്ന നീ ഒരാളെ തേടി പോയാൽ എന്താ? ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ക്രിസ്മസിന് അന്ന് ഞാൻ ഈ തൃപ്പൂണിത്തറയിൽ ഷാരോൺ ചർച്ചിന്റെ പരസ്യയോഗത്തിന് പ്രസംഗിക്കാൻ വിളിച്ചു. അവിടെ ആളുകളുമുണ്ട്. അപ്പം ഞാൻ കണ്ടൊരു രീതി, എന്നെ സംബന്ധിച്ച് ഏത് ആളില്ലാത്തിട്ടാൽ ഞാൻ പ്രസംഗിക്കും.
അങ്ങനെ ദൈവമാക്കി വെച്ച് വീട്ടിൽ ഇരുന്ന് പ്രസംഗിച്ച് പഠിക്കുന്ന ആളെ. അപ്പൊ എനിക്ക് വേണ്ടി ആൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അവരുടെ ആളുകളുണ്ട്. അവർ ഈ നല്ല ക്രൗഡ് ഉള്ളത് വരുമ്പോഴത്തെ രണ്ടുപേരും മൈക്ക് അങ്ങ് എടുക്കുമെന്ന്. ഇവിടെ ഞാനാന്ന് പറയും. ഇപ്പൊ നമുക്ക് കടകളുണ്ട്, ആളുകളുണ്ട്, ഞാൻ മാറി അങ്ങ് നിൽക്കും. ഞാനിങ്ങനെ മാറി നിന്നു. ഒരു സ്ഥലത്ത് വന്നപ്പോൾ 1-2 ചെറിയ കടകളുണ്ട്, ഒരു വീടുണ്ട്. സ്തോത്രം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പാസ്റ്റർ ഇവിടെ പ്രസംഗിക്കുക, പാസ്റ്റർക്കായി ഇവിടെ പ്രസംഗിക്കാൻ നിയോഗം, ആത്മാവ് ഇടപെടുന്നു. ഞാൻ പറയാം, ഇനി ആത്മാവിന് കൂട്ടൊന്നും പിടിക്കണ്ട, ഞാൻ ഇവിടെ പ്രസംഗിക്കാം. ആത്മനിറവോടെ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഈ തൊട്ടടുത്ത വീട്ടിലെ ഒരു സഹോദരനല്ല, ഒരു പിതാവ് വന്നിട്ട് ഗേറ്റ് തുറന്നു. നിങ്ങൾ അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. അവർ രണ്ടുപേരും മുറ്റത്ത് വന്നു. അവരെ വചനമെല്ലാം കേട്ടു. ദൈവസമാധാനത്തെ പറ്റി ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് എന്നെ അടുത്ത് വിളിച്ചു. സാറിന്റെ വീട് എവിടാ? സംസാരിച്ചു. എന്റെ നമ്പരൊക്കെ വാങ്ങിച്ചു. അവർ വിളിച്ചു. ഉന്നതമായ സമൂഹത്തിലെ ഒരു മുഖ്യധാര കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ അവരുടെ വിഭാഗമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് അവരെന്നെ വിളിച്ച് പലപ്പോഴും പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾക്ക് വീടുണ്ട്, ശമ്പളമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ ദുഃഖങ്ങൾ ഞങ്ങൾക്ക് ആരോടും പങ്കുവെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ എങ്ങനെ രക്ഷിക്കണം? അങ്ങനെ അവരെ വചനമൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി ആ സഭയിലേക്ക് അവരെ ഞാൻ ബന്ധപ്പെടുത്തി കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, ക്രൗഡ് ഇല്ലേലും എനിക്ക് വേണ്ടി ഒരാളെ ദൈവം ഇവിടെ ഒരുക്കി വെക്കും. സ്തോത്രം. ഈ ക്രൗഡിനകത്ത് പറഞ്ഞാല് പ്രസംഗത്തിന് മാർക്ക് വീടും, പക്ഷെ പ്രതിഫലം കാണുകയില്ല. കൊള്ളാം, സൂപ്പറാന്ന് പറഞ്ഞു വിടും. പക്ഷേ ഹൃദയങ്ങളെ തൊടാൻ കഴിയുന്ന ശുശ്രൂഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പാസ്റ്റർ വിളിച്ചു പറഞ്ഞത്, പാസ്റ്ററെ, ആരുമില്ലാത്തൊരു മൂലയ്ക്കാ പാസ്റ്റർ പ്രസംഗിച്ച, പക്ഷെങ്കിൽ ദൈവം അവിടെ പാസ്റ്ററെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് ഈ കുടുംബത്തിന് വേണ്ടിയായിരുന്നു. സ്തോത്രം. ചിലപ്പോഴൊക്കെ നമ്മളെ ദൈവം ആത്മനിയോഗത്തോടെ വിടുന്നത്, ആരുമില്ലാത്ത ഇടങ്ങൾ വിടുന്നത്, ചിലതിനെ ആത്മഹത്യന്ന് വലിച്ചെടുക്കാനാ, ചിലതിനെ വിഷക്കുപ്പികൾ കയ്യിലേന്തിയിരിക്കുമ്പോൾ ജീവിതത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരുവാൻ ആത്മാവയക്കുമ്പോൾ ധൈര്യത്തോടെ പോയിക്കോണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പോകുന്ന നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ ഒരു മനുഷ്യന് വില കൽപ്പിക്കുന്ന പുസ്തകം ബൈബിൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ എന്നവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമല്ല? തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഇതാണ് ചോദ്യം. ഈ മനുഷ്യനെ പറ്റിയുള്ള പഠനങ്ങൾ വിവിധ നിലകളിലാണ്. മനുഷ്യൻ എങ്ങനെ ഉളവായി, ആ മനുഷ്യന്റെ ജീവിതം, മുൻപോട്ടുള്ള ഗമനങ്ങൾ, ഇതിനെപ്പറ്റി വിവിധ നിലകളിൽ നമുക്ക് ലോകത്തിന്റെ ഇടങ്ങളിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. മനുഷ്യനെ പറ്റിയുള്ള, മനുഷ്യന്റെ പിറവിയെപ്പറ്റി, സൃഷ്ടിപ്പിനെ പറ്റിയുള്ള 2 നിലകളിലുള്ള വാദങ്ങൾ ലോകത്തിൽ നിൽക്കുകയാണ്. ഒന്ന്, പരിണാമവാദികളും ഭൗതികവാദികളും പറയുന്ന ഒരു ഭാഗമുണ്ട്. മറ്റൊന്ന് സൃഷ്ടിവാദം പറയുന്നത്, ബൈബിൾ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ലോകത്ത് നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. പരിണാമവാദികളും ഭൗതികവാദികളും പറയുന്നത് മനുഷ്യൻ പരിണമിച്ചുണ്ടായി എന്നാണ്. അവരതിനെ പറയുന്ന വിശകലനം ഏറെ രസകരമാണ്. നൂറ്റാണ്ടുകൾ, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ്, നാമൊക്കെ അറിയും മുമ്പ്, എന്നോ ഒരു കാലത്ത് പെട്ടെന്നുണ്ടായ ഒരു പൊട്ടിത്തെറിക്കൽ. അതെന്തോ പൊട്ടിത്തെറിച്ചെന്ന് അവരോട് ചോദിക്കരുത്. പൊട്ടിത്തെറിച്ചെന്നേ അവർ പറയുള്ളൂ. ആ പൊട്ടിത്തെറിക്കുന്നു, പൊട്ടിത്തെറിച്ചത് പല കഷണങ്ങളായി മാറുന്നു, വീണ്ടും വീണ്ടും സ്ഫോടനങ്ങൾ നടക്കുന്നു. ഇങ്ങനെ സ്ഫോടനം തുടർമാനമായി നടന്ന് കോടാനുകോടി സൗരയുദ്ധങ്ങൾ ഉണ്ടാകുന്നു. ആ കോടാനുകോടി സൗരയുദ്ധങ്ങളിൽപ്പെട്ട ഒരു സൗരയുദ്ധമാണ് നമ്മൾ പാർക്കുന്ന ഈ സൗരയുദ്ധം. മിൽക്കി വേ, ആകാശഗംഗ എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഈ ക്ഷീരപഥം അതിൽപ്പെട്ട ഒന്നാണ്. ആ സൗരയൂഥങ്ങളിൽപ്പെട്ട ഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മൾ പാർക്കുന്ന ഭൂമി എന്നാണ് അവർ പറയുന്നത്. ഈ ഭൂമിയിൽ നാം അറിയാത്ത എന്നോ ഒരു കാലത്ത് പെട്ടെന്നുണ്ടായ മഴയിൽ ഭൂമിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അമീബ മുതൽ ഹൈഡ്ര വരെയുള്ള ജീവികൾ പരിണാമം സംഭവിച്ചു വളരുന്നു. അങ്ങനെ പരിണമിച്ച് അടുത്ത ഭാഗത്തേക്ക് വരുന്ന ജാവ മനുഷ്യൻ, വീക്കിംഗ് മനുഷ്യൻ, നിയാണ്ടർത്താൽ മനുഷ്യൻ, ഇങ്ങനെയും പരിണമിച്ച് അവസാനം സങ്കീർണ ജീവിയായ ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിൽപ്പെട്ട സങ്കീർണ ജീവിയായി ഇരുകാലി ഉയർന്നിൽക്കുന്ന മനുഷ്യനായി പരിണമിച്ചു എന്ന് പരിണാമവാദികൾ പഠിപ്പിച്ചു നിർത്തുന്നു. ആ കാലഘട്ടം കൊണ്ട് അന്നത്തെ ഏറ്റവും ചിന്തകരായിരിക്കുന്ന, താത്വികരായിരിക്കുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന മനുഷ്യൻ പറയുന്നത്, മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു രാഷ്ട്രീയ മൃഗമാണെന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ 18ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദാർശനികനായിരുന്ന ജൂലിയൻ അച്ചരി എന്ന എഴുത്തുകാരൻ അദ്ദേഹം എഴുതി ചേർത്തു, മനുഷ്യനെ ഒരു മൃഗമായി തരം താഴ്ത്തി കാണാൻ കഴിയത്തില്ല. എന്താണ് കാരണം? 1200 ഗ്രാം തൂക്കമുള്ള തലച്ചോറിന്റെ ഉടമയായ മനുഷ്യന് മാത്രമാണ് ഭാവന സമ്പന്നതയുള്ളത്. അത് മൃഗത്തിനല്ല. അതുകൊണ്ട് മനുഷ്യനെ മൃഗമായി തരം താഴ്ത്താൻ കഴിയത്തില്ല. മനുഷ്യൻ ശ്രേഷ്ഠനാണെന്ന് വിളിച്ചു പറഞ്ഞു.
ഇനി ഈ മനുഷ്യന്റെ ഭാവന സമ്പന്നതയ്ക്ക് അത് വികാസം പ്രാപിച്ചപ്പോൾ ശാസ്ത്രമായി മാറിയില്ലേ? അത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന എഴുത്തിലാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകിയ ഒരു മരുഭൂമിയിലൂടെ നടന്ന് ദാഹിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ ചെറിയൊരു അരുവി വെള്ളമൊഴുകി വരുന്ന, കോരിയെടുക്കാനില്ലാത്തവണ്ണം വെള്ളമൊഴുകുന്ന ഒരു അരുവി കാണുകയാണ്. അദ്ദേഹത്തിന് ദാഹമുണ്ട്. കൈ കൊണ്ട് കോരിക്കൊടുക്കുന്ന പക്ഷെങ്കിൽ വെള്ളം തടഞ്ഞു നിർത്താൻ സാധ്യതയൊന്നുമില്ല. അങ്ങനെ ചെന്ന അരുവിയിൽ ആ വെള്ളമൊഴുകുന്ന ചാലി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം കാലിലേക്ക് മാറുമ്പോൾ കാലിൽ വെള്ളം തട്ടി ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഇരു കാലുകളും ചേർത്ത് വെച്ചപ്പോൾ അവിടെ വെള്ളം തടഞ്ഞു നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കയ്യിൽ കോരി അദ്ദേഹം കുടിച്ചു. പക്ഷെങ്കിൽ ആ വെള്ളം തടഞ്ഞു നിർത്തുവാൻ എപ്പോഴും നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് 2 കല്ലുകൾ എടുത്ത് അദ്ദേഹം വെച്ചു. 3 കല്ലുകളായി 4 കല്ലുകളെ വെച്ചപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട മനുഷ്യൻ അവന്റെ ഭാവന സമ്പന്നതയുടെ ശേഷം നോക്കണം. 2 കാലുകൾ വെച്ച് വെള്ളം തടഞ്ഞു വെച്ചവൻ, 2 കല്ല് പെറുക്കി വെള്ളം തടഞ്ഞു നിർത്തിയവൻ കാലഘട്ടം ഏറെ കഴിയും മുമ്പ് ഭക്രാമംഗൽ അണക്കെട്ട് കെട്ടി. അതാണ് മനുഷ്യന്റെ ശ്രേഷ്ഠത. മനുഷ്യൻ ഒരു മൃഗമാണെന്ന് പറയാൻ ഒരിക്കലും കഴിയത്തില്ല. പരിണാമവാദികൾ ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യനെ പറ്റി അവൻ വിലയുള്ളവനാണെന്നും അവൻ ശ്രേഷ്ഠനാണെന്നും മാനവരാശിയെ പഠിപ്പിക്കുന്ന ഏക പുസ്തകം ബൈബിൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാവരോടും പ്രസംഗിക്കുന്നത്. സകല സൃഷ്ടിയോട് ഇത് പ്രസംഗിക്കണമെന്ന് നാഥൻ പറയാനുള്ള കാരണം തന്നെ എല്ലാവരും ഇതിന്റെ അടുത്തേക്ക് ആഗതരാകേണ്ടവരാണ്. സ്തോത്രം. അപ്പോൾ ഈ മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു? പരിണമിച്ചല്ല, പകരം ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ദൈവിക സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ശ്രേഷ്ഠനാണെന്ന് വളരെ വ്യക്തമായി മനുഷ്യനോട് വിളംബരം ചെയ്യുന്ന ഏക പുസ്തകം ബൈബിളാണ്. അതങ്ങനെ പറഞ്ഞ് നിർത്തുകയല്ല, അതിന് വിശകലനം കൊടുക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യൻ സൃഷ്ടിപ്പിൽ ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞാൽ ഉളവാകട്ടെ എന്ന വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ, സർവ്വജീവജാലങ്ങളെ ഉളവാക്കിയ, സർവ്വ സൃഷ്ടികളെ ഉളവാക്കിയ ദൈവം ഉളവാകട്ടെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉളവാകും. പക്ഷേ ഉളവാകട്ടെ എന്ന വാക്കുകൊണ്ട് മനുഷ്യനെ ഉളവാക്കാതെ തന്റെ കരുത്തുറ്റ കലാംഗലിയുടെ കലാവൈഭവമായി, കാമ്യകലാവസ്തുവായി ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കുകയാണ്. നിലത്തെ പൊടികുഴച്ച് രൂപമുണ്ടാക്കി ആ മണ്ണിലേക്ക് ദൈവം തന്റെ ജീവശ്വാസത്തെ ഊഹിയിട്ട് അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റുകയാണ്. പരിണമിച്ചല്ല, പകരം ദൈവത്തിന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അത് വളരെ വ്യക്തമായി ഉലകത്തോട് പ്രഖ്യാപിക്കുന്ന ഏക പുസ്തകം സത്യവേദ പുസ്തകം മാത്രമാണ്. അതുകൊണ്ട് സൃഷ്ടിപ്പിൽ മനുഷ്യൻ ശ്രേഷ്ഠനാണ്. തന്നെയല്ല, മൃഗങ്ങൾക്ക് ആത്മാവില്ല. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ ശ്രേഷ്ഠനാക്കി ദൈവം വെച്ചിരിക്കുകയാണ്. സൃഷ്ടിപ്പിൽ അവൻ ശ്രേഷ്ഠനാണ്. 2, അവനെപ്പറ്റി പറയുന്നത് മനുഷ്യന്റെ വൈരുദ്ധ്യങ്ങളുടെ സമന്വയമാണ്. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? വൈരുദ്ധ്യങ്ങളുടെ സമന്വയം, തകർന്നു പോകുന്ന മണ്ണ്, തകരാത്ത ആത്മാവ്, ഇതിന്റെ രണ്ടിന്റെയും സമന്വയമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന മണ്ണ്. ആ നശിച്ചു പോകുന്ന മണ്ണിലേക്ക് രൂപമുണ്ടാക്കിയ മൺകൂടാരത്തിലേക്ക് നിത്യമായ ദൈവശ്വാസത്തെ ഊതിയപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുമ്പോൾ മനുഷ്യൻ മരിച്ചു പോയി എന്നാ പറയുന്നത്. അവന്റെ ആത്മാവിനെ പറ്റിയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അപ്പോൾ വൈരുദ്ധ്യങ്ങളുടെ സമന്വയം, ഈ മണ്ണ് മണ്ണോട് ചേരും, പക്ഷെങ്കിൽ തകരാത്ത മണ്ണിൽ ലയിക്കാത്ത ഒരാത്മാവ്, നിത്യമായ ഒരാത്മാവ് മനുഷ്യനുണ്ട്. സാന്ദവിധേയമായ മണ്ണും സനാതന സത്യാവിശേഷമായ ഈശ്വരന്റെ ജീവശ്വാസം, ഇതിന്റെ സമന്വയമാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യൻ ശ്രേഷ്ഠനാണ്. 1, സൃഷ്ടിപ്പിൽ അവൻ ശ്രേഷ്ഠനാണ്. 2, വൈരുദ്ധ്യങ്ങളുടെ സമന്വയമാണ്. 3, മനുഷ്യൻ വിലയുള്ളവനാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വിലയില്ലെന്ന് പഠിപ്പിച്ച ആളുകളാണ് അവനെ കൊന്നൊടുക്കുവാനും ചവിട്ടിത്താഴ്ത്തുവാനൊക്കെ മടിയില്ലാത്തവരെ മാറുന്നത്. മനുഷ്യന്റെ വില ശ്രേഷ്ഠമാണ്. ആ കാലഘട്ടങ്ങളെ ശാസ്ത്രലോകം മനുഷ്യന് കൊടുത്ത വിലയെന്ന് വളരെ രസകരമാണ്. ചാൾസ് മേറോ എന്ന ശാസ്ത്രജ്ഞൻ മനുഷ്യന് കൊടുത്ത വില വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ വില എന്ന് പറയുന്ന 6 രൂപ 40 പൈസ മാത്രമാണ്. അതിന്റെ കാരണം മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ കണക്ക് കൂട്ടി അദ്ദേഹം പറയുകയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള മൂലകങ്ങളുടെ കണക്ക് അദ്ദേഹം പറയാണ് 2 ഇഞ്ചാണി ഉണ്ടാക്കാൻ
ഉണ്ടാക്കാനുള്ള ഇരുമ്പ്, 2 കെട്ട് വാർസോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പ്, 1200 തീപ്പെട്ടിക്കൊള്ളിക്ക് വേണ്ടിയ ഫോസ്ഫറസ്, 2 സ്പൂൺ മഗ്നീഷ്യം, 5-6 ടീസ്പൂൺ. ഇപ്പൊ ഇത്രയും സാധനത്തിന്റെ സമന്വയമാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ സാധനത്തിന്റെ വില, മാർക്കറ്റിലെ വില കൂട്ടി അദ്ദേഹം പറഞ്ഞു 6 രൂപ 40 പൈസ. പക്ഷേ നമുക്കറിയാം ഇന്ന് 6.40 6,40,000 രൂപയ്ക്ക് പോലും ഈ സാധനം കിട്ടുമോ എന്ന സംശയമാണ്. അത്രയ്ക്ക് എല്ലാ മേഖലയിലും കാര്യങ്ങൾ ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. പോകട്ടെ, പക്ഷെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഈ മണ്ണിലേക്ക് ചേരുന്ന മാനുഷികമായ ഘടകത്തിന്റെ വിലയാണെങ്കിൽ വിലയിടാൻ കഴിയാത്ത ഒരാത്മാവ് മനുഷ്യനിലുണ്ട്. ആ ആത്മാവിന്റെ വില എന്ന് പറയുന്നത് ലോകത്തേക്കാൾ വിലയേറിയതായതുകൊണ്ടാണ്. ആത്മാവിനെ നഷ്ടമാക്കിയാൽ മറ്റൊന്നുകൊണ്ടും തിരിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അത് നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് രക്ഷയ്ക്കുള്ള വഴിയായ ഈ സുവിശേഷം എല്ലായിടങ്ങളിലും പ്രസംഗിക്കപ്പെടുന്നത്. മനുഷ്യന്റെ ആത്മാവിന്റെ വില വിലയേറിയതാണ്. അപ്പോൾ മനുഷ്യൻ വിലയുള്ളവനാണ്. 4-മത്തെ കാര്യം, മനുഷ്യനാണ് ഉലകത്തിലെ ഏക ആധ്യാത്മിക ജീവി. കൺവെൻഷൻ നടത്തുന്നത് മനുഷ്യരാ, യോഗങ്ങൾ നടത്തുന്ന മനുഷ്യരാ, യാഗങ്ങൾ നടത്തുന്ന മനുഷ്യരാ, കർമ്മകാണ്ഡങ്ങൾ നടത്തുന്ന മനുഷ്യരാ, യാത്രകൾ നടത്തുന്ന മനുഷ്യരാണ്. ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം മനുഷ്യനാണ്. ഒരു മൃഗവും ഇത് ചെയ്യുന്നില്ല. കാരണം മൃഗത്തിന് ആ നിലയിലുള്ള ക്രമീകരണങ്ങളില്ല. പക്ഷേ മനുഷ്യനിൽ നശിച്ചു പോകാത്തൊരാത്മാവുണ്ട്. അതുകൊണ്ടാണ് അനന്തരമുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മനുഷ്യൻ അവന്റെ അറിവിൽ നിന്ന് വിവിധ നിലകളിൽ ചെയ്യുമ്പോൾ അത് ഏത് നിലയിൽ ചെയ്താൽ നിത്യത്തിൽ എത്താം എന്നാണ് സുവിശേഷം വളരെ വ്യക്തമായി വിളംബരം ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്താൽ അവിടെ എത്തുകയില്ല, ചെയ്യേണ്ടതെന്നാണ് അടിവരയിട്ട് വിളംബരം ചെയ്യുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. അതാണ് വാക്യം വായിച്ചത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടി, പക്ഷേ അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഇവിടെ ദൈവം തന്നിരിക്കുന്ന, ദാനമായി നൽകിയിരിക്കുന്ന സൃഷ്ടിപ്പിൽ ശ്രേഷ്ഠനായ, വൈരുദ്ധ്യങ്ങളുടെ സമന്വയമായ, വിലയുള്ളവനായ, ആധ്യാത്മജീവിയായ മനുഷ്യൻ ശ്രേഷ്ഠനായി വിരാജിക്കുകയാണ്. ആർക്കും വഴങ്ങാതെ, ആർക്കും ഒതുങ്ങാതെ യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആരെയും വകവെക്കാതെ, നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, ആരെയും കൂസാതെ മനുഷ്യൻ വെല്ലുവിളി നടത്തി ശക്തമായി മുന്നേറ്റം നടത്തുമ്പോൾ, ഇതാ കാലഘട്ടത്തിൽ ആഞ്ഞടിച്ച സുനാമിയും പ്രളയം കൊടുങ്കാറ്റുകളെല്ലാം മനുഷ്യനെ ശക്തമായ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടും മനുഷ്യൻ പാഠങ്ങൾ പഠിക്കുന്നില്ല. പക്ഷെ നോക്കിക്കേ, ഏറ്റവും ശക്തമായ നിലയിൽ മനുഷ്യൻ മുന്നേറുമ്പോഴും, എന്നും പിടിച്ചടക്കാനുള്ള ആഗ്രഹത്തോടെ, ദാഹത്തോടെ മനുഷ്യൻ മുന്നേറുമ്പോഴും നാടുകളിൽ മനുഷ്യനെ തേടിയെത്തുന്ന ഒന്നുണ്ട്. അതിന്റെ പേര് മരണമെന്നാണ്. അതിന്റെ മുമ്പിൽ ജനിക്കുവാൻ അവന് കഴിയുന്നില്ല. അവന്റെ പണത്തിനോ, പഠനത്തിനോ, വിദ്യാഭ്യാസത്തിനോ, സാമൂഹിക ബന്ധങ്ങൾക്ക് മരണത്തിന് മുമ്പിൽ നിന്ന് അവനെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എല്ലാവരും മരണത്തിന് അധീനതയിലേക്ക് മാറ്റപ്പെടുകയാണ്. പണ്ഡിതനും പാമരനും, കുചേലനും കുബേരനും, വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും സകലരും ഒരുപോലെ മരണത്തിന് മുമ്പിൽ നമ്രശിരസ്കരായി മാറുകയാണ്. ഈ മരണത്തിനപ്പുറം എന്ത് എന്ന് ചോദ്യങ്ങൾ മനുഷ്യൻ ഉയർത്തുകയാണ്. മരണത്തിനപ്പുറം എന്താണ്? ആത്മാവിന്റെ നിത്യത വേണം. പക്ഷേ അതിനുള്ള വഴി തേടി മനുഷ്യൻ അലയുകയാണ്. ഏത് വഴി സഞ്ചരിച്ചാൽ അവിടെ എത്താൻ കഴിയും? നമ്മൾ വായിച്ച വാക്യം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയാണ്. സർവ്വലോകവും നേടിയിട്ടും അവന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? നേടിയതും കെട്ടിപ്പിടിച്ചതും അഹന്തയുടെ അഹങ്കാരത്തോടെ ഇന്ദ്രപ്രസ്ഥ രാജാക്കന്മാരെ പോലെ നിന്നി നടക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിനയാത്ത നാഴിയിൽ മരണത്തിന് തണുത്ത കരങ്ങൾ നിന്നെ തഴുകും. എന്നാൽ അതിനപ്പുറം ഈ ശരീരം തന്നോട് ചേരും. തകരാത്തൊരാത്മാവുണ്ട്. അത് നിത്യതയിൽ എത്തിച്ചേരണമെങ്കിൽ ഒരു കാര്യം, ഇന്ന് രാത്രി നിത്യജീവൻ തരാൻ കഴിയുന്ന നിത്യജീവന്റെ അവകാശിയായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തണം. അതിന്റെ വഴിയാണ് ഈ 3 ദിനങ്ങളിൽ ഇവിടെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കണം, മനുഷ്യൻ മരിക്കുകയാണ്. എല്ലാവരും മരിക്കുകയാണ്. മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് മനുഷ്യനെ വിലയിട്ട ശാസ്ത്രത്തോടൊന്ന് ചോദിച്ചാട്ടെ. ശാസ്ത്രമേ, നീയല്ലേ മനുഷ്യനെ വിലയിട്ടത്? എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നു? ശാസ്ത്രം പറയും, ഇത് പ്രകൃതിയുടെ ഒരു വികൃതിയാണ്. ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. മതങ്ങളോട് ചോദിച്ചേ, മതങ്ങൾ മൗനം ദീക്ഷിക്കും. ആർക്കും മറുപടി പറയാനില്ല. താത്വികാചാര്യന്മാർക്ക് മറുപടിയില്ല. രക്ഷിക്കാമെന്ന പേരിൽ വന്നവരും മരണത്തിന് മുമ്പിൽ വിലയം പ്രാപിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞാൻ ഈ പുസ്തകം പ്രസംഗിക്കുമ്പോൾ, മതങ്ങൾക്ക് മറുപടിയില്ലാത്ത,
ആത്മീയാചാര്യന്മാർക്ക് മറുപടിയില്ലാത്ത, ശാസ്ത്രത്തിന് മറുപടിയില്ലാത്ത ഈ ചോദ്യം ബൈബിളിനോട് ചോദിക്കൂ. എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നു? ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളമത്രേ മരണം. ഏകന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ബൈബിൾ പാപത്തിന് ശമ്പളം മരണമാണ്. പാപം കടന്നു വന്ന വഴികളെ മാത്രം ചൂണ്ടിക്കാണിച്ച് നിൽക്കുകയല്ല, ആ മരണത്തിന്റെ നിത്യമരണത്തിന് പടുകുടിയിൽ നിന്നും മനുഷ്യന് കരയേറാൻ കഴിയുന്ന ഈ ഇടുത്ത സന്ദേശങ്ങൾ മാനവരാശിക്ക് വിഭാഗിതയില്ലാതെ എല്ലാവർക്കും ഒരുപോലെ നിത്യജീവനിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്ന ഏക പുസ്തകം ബൈബിൾ മാത്രമാണ്. ആ വഴിയുടെ പ്രഖ്യാപനമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ സകല വാക്യങ്ങളും എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലെ ആത്മീയാചാര്യന്മാർ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ മരണത്തിലാണ്, ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണം. ഞങ്ങൾ ഇരുളിലാണ്, പാപ ഇരുളിൽ കിടക്കുന്ന ഞങ്ങളെ വെളിച്ചത്തിലേക്ക് ആനയിക്കണം. ഞങ്ങൾ വഴിയറിയാതെ ദിശയറിയാതെ അലയുകയാണ്, ഞങ്ങളെ വഴിയിലേക്ക്, യഥാർത്ഥമായ വഴിയിലേക്ക് നടത്തണമെന്ന് പ്രാർത്ഥനയുടെ വചസ്സുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, മുമ്പ് ഞാൻ പറഞ്ഞ ഈ ഉലകത്തിലേക്ക് ഉദയം ചെയ്ത ഒരു തത്വസംഹിതകൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, എല്ലാം മൗനം ദീക്ഷിക്കുമ്പോൾ, എല്ലാവരും ഒരുപോലെ മൗനം ദീക്ഷിക്കുമ്പോൾ, ഇന്നലകളിൽ മനുഷ്യൻ പിൻപറ്റിയ ആത്മീയാചാര്യന്മാർ, ഉന്നതപടുക്കൽ, ശാസ്ത്രപടുക്കൽ, പണ്ഡിതന്മാർ, താത്വിക ആചാര്യന്മാരെല്ലാം മരിച്ചു മൺമറഞ്ഞ കല്ലറയിൽ വിലയം പ്രാപിച്ചു കിടക്കുമ്പോൾ, അവർ പറഞ്ഞ വാക്കുകൾ ഇന്ന് പലരും ഏറ്റേറ്റ് പറഞ്ഞ അന്തരീക്ഷത്തിൽ അതിങ്ങനെ ഉടനെ നടക്കുമ്പോൾ, ഇതാ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഖ്യാപനം ഇതാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ജീവൻ തേടിയ മാനവരാശിക്ക് ജീവൻ കൊടുക്കുവാൻ ഇറങ്ങി വന്ന നിത്യജീവന്റെ ദാതാവ് അത് യേശു ക്രിസ്തുവാണ്. യഥാർത്ഥമായ വഴി അത് യേശു ക്രിസ്തുവാണ്. നിത്യജീവന്റെ ഉറവിടം അത് യേശു ക്രിസ്തുവാണ്. വെളിച്ചം അത് യേശു ക്രിസ്തുവാണ്. ലോകത്തിന് വെളിച്ചമാകുന്നു എന്നാണ് ക്രിസ്തു പ്രഖ്യാപനം ചെയ്തത്. ഏഷ്യയുടെ വെളിച്ചമെന്നും ഇന്ത്യയുടെ വെളിച്ചമെന്നും കേരളത്തിന്റെ വെളിച്ചമെന്നൊക്കെ പലരുടെ പേരിലും ചരിത്രങ്ങൾ ആരോപിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ ഒരേ ഒരു രക്ഷാനായകൻ അത് ഞാൻ ഉയർത്തുന്ന എന്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പാപ ഇരുളിൽ കിടക്കുന്ന ലോകത്തെ രക്ഷിക്കുവാൻ വെളിച്ചമായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദിവ്യ താരകം അതാണ് യേശു ക്രിസ്തു. ആ ദിവ്യ താരകം ആരുടെയൊക്കെ ഹൃദയത്തിൽ ഉദിച്ചിട്ടുണ്ട്, അവന്റെ ജീവിതത്തിൽ മാറിയിട്ടുണ്ട്. ആ താരകം ഏതൊക്കെ ഭവനത്തിൽ വന്നിട്ടുണ്ട്, ആ വീടിന്റെ ശൂന്യതകൾ മാറിയിട്ടുണ്ട്. ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ആ ദിവ്യ താരകത്തിന്റെ ആ കിരണങ്ങൾ ഏറ്റെടുത്ത ദിവ്യതാരകത്തിന്റെ കിരണത്തിനകത്ത് വിലയം പ്രാപിച്ച ആശ്രയിച്ച ഒരു കുടുംബത്തിന് സാധ്യമാ മുമ്പ് ഇവിടെ കേട്ടത്. തകർന്നു പോകാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ തകർച്ച കൽപ്പിച്ചു കൊടുക്കാതെ ഇന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ യോഗങ്ങളിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ക്രിസ്തുവിനെ ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ക്രിസ്തു വന്നാൽ മാറ്റമല്ലേ? യേശു ഇവിടെ വന്നാലും മാറ്റമാ. ഇന്നലെ രാത്രി ദേവദാസൻ പ്രസംഗിച്ച വിഷയം, കർത്താവ് എവിടൊക്കെ വന്നിട്ടുണ്ടോ അവിടൊക്കെ അടയാളങ്ങൾ ഇട്ടിട്ടേ പോയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടയാളങ്ങൾ ഇട്ടിട്ടേ പോയിട്ടുള്ളൂ. ആരെയും നീ മറക്കുകയില്ല. കഷ്ടതയുടെ വേളയിൽ, കണ്ണീരിന്റെ വേളയിൽ ക്രിസ്തുവിനോട് നിന്നോ, ക്രിസ്തുവിനായ ഹൃദയത്തെ കൊടുത്തോ. ആമേ. ഹൃദയം നിറങ്ങിയവർക്ക് സമീപസ്ഥനായ കർത്താവ് നിന്റെ നൊമ്പരങ്ങളെ അറിയുന്നുണ്ട്, നിന്റെ വേദനകളെ അറിയുന്നുണ്ട്, നിന്റെ ഭാരങ്ങളെ അറിയുന്നുണ്ട്. അതിനെ ആഴക്കടലിൽ എറിഞ്ഞു കളയുവാൻ നീ സൂര്യനായ എന്റെ കർത്താവ് മതിയായവനാണ്. അറിയുന്നത് ഈ രാത്രി വിളിച്ചു പറയുന്നു, നീ സൂര്യൻ ശാന്തിയോടാണ് നിനക്ക് വേണ്ടി ഉദിച്ചുയർന്നത്. ആ ദിവ്യതാരകം ഈ രാത്രി നിന്റെ അകത്തളത്തിൽ ശോഭിക്കട്ടെ, അവൻ ഉദിച്ചുയരട്ടെ. തലമുറയുടെ ഭാവി വിഷയത്തിൽ ആ സൂര്യന്റെ സാന്നിധ്യം ഈ രാത്രി വ്യാപരിക്കട്ടെ എന്ന ഇരുളം യേശുവിന്റെ നാമത്തിൽ പറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇതാ മനുഷ്യൻ ശ്രേഷ്ഠനാണ്. മരണത്തിന് മുമ്പിൽ അടിയുറയുന്ന മനുഷ്യൻ എന്തുകൊണ്ട് മരണമെന്നറിയാതെ വിലപിക്കുമ്പോൾ മരണം എന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് വളരെ വ്യക്തമായി ബൈബിൾ വരച്ചു കാട്ടുകയാണ്. എന്തുകൊണ്ട് മരണം? ഏകന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. മരണമില്ലാത്തവനായി നിത്യ ആയുസ്സിന്റെ ഉടമയായി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ കൽപ്പനാലംഘനം ചെയ്തപ്പോൾ പാപത്തിന്റെ അടിമയായി. ഏദനിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവിക സാന്നിധ്യവും ദൈവിക സാദൃശ്യവും സ്വരൂപവും നഷ്ടപ്പെട്ടവനായി പുറത്താക്കപ്പെട്ട മനുഷ്യനെ തിരികെ ആ ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവിക കൂട്ടായ്മയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സത്യതയെ ഒരുക്കിയ യഥാർത്ഥ വഴിയുടെ വിളംബരമാണ് സുവിശേഷം എന്ന് പറയുന്നത്.
വീണ്ടെടുക്കുവാൻ, വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുന്ന ആ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന്റെ പ്രഖ്യാപനമാണ് ഈ 66 പുസ്തകങ്ങളുടെയും വിശകലനം എന്ന് പറയുന്നത്. എല്ലാ പുസ്തകങ്ങളും വളരെ കൃത്യമായി തന്നെയാണ് പറയുന്നത്. അങ്ങനെ മരണത്തിന് അധീനമായ മനുഷ്യൻ, മരണത്തിൽ വീണ മനുഷ്യൻ പുറത്താക്കപ്പെടുകയാണ്. ഈ മനുഷ്യനെ മരണത്തിൽ രക്ഷിക്കണം. ആരാണ് രക്ഷിക്കുന്നത്? ഉലകത്തിലേക്ക് പിറന്നു വീഴുന്ന ഒരു മനുഷ്യനും മനുഷ്യനെ മരണത്തിൽ രക്ഷിക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും പാപത്തിലാണ് പിറന്നു വീഴുന്നത്. ദാവീദ് പറയുന്നു, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഉലകത്തിൽ പിറന്നു വീഴുന്ന സകല മനുഷ്യരും പാപികളാണ്. ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഈ മരണത്തിന്റെ ആ പടുകുടിയിലേക്ക് ദീർഘമൈലുകൾ ക്യൂവിൽ നിന്ന് മാനവരാശി യാത്ര ചെയ്യുമ്പോൾ മനുഷ്യന്റെ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഒരു രക്ഷകൻ ഞങ്ങൾക്കില്ലേ? ഒരു രക്ഷിതാവ് ഞങ്ങൾക്കില്ലേ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. യോബ് എന്ന ഭക്തൻ ചോദിക്കുകയാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? സ്തോത്രം. 49 സങ്കീർത്തനത്തിലെ വാക്യം ഇതാണ്, സഹോദരൻ ശവക്കുടി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും ഒരു നാളും സാധ്യമല്ല. അടഞ്ഞ അധ്യായം. ഒരു മനുഷ്യനും മനുഷ്യനെ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയില്ല. മനുഷ്യൻ ആശ്രയിച്ച വഴികളെല്ലാം അടഞ്ഞ അധ്യായം. 89 സങ്കീർത്തനത്തിലും പറയുകയാണ്, മനുഷ്യനെ രക്ഷിപ്പാൻ ആർക്കും കഴിയില്ല. പഴയ വിഭാഗങ്ങളെല്ലാം അടഞ്ഞു. ഒരു മനുഷ്യൻ രക്ഷിക്കുവാൻ, പാപിയായ മനുഷ്യൻ രക്ഷിപ്പാൻ മറ്റൊരു വഴികളില്ലെന്ന് പറഞ്ഞ് അടഞ്ഞു നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ അതിന്റെ പ്രഖ്യാപനം കാണുന്നു. റോമാലേഖനം 7:24 ഇങ്ങനെ കാണുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് രക്ഷിക്കുന്നത്? മനുഷ്യന്റെ ഈ ചോദ്യങ്ങൾ ഉയരത്തിലേക്ക് ഉയരുകയാണ്. ഇന്നലകളിൽ മനുഷ്യനെ ആശ്രയിച്ച ആർക്കും അവരെ രക്ഷിക്കാൻ കഴിയാതെ എല്ലാവരും രക്ഷകന്മാരെന്ന പേരിൽ വന്നവരല്ല. മരണത്തിന് മുമ്പിൽ നമ്മുടെ ശിരസ്കരായി ശിരസ് നമിച്ചുകൊണ്ട് മരിച്ച കല്ലറയിൽ അടക്കപ്പെട്ട് കിടക്കുമ്പോൾ അവർ പറയാണ്, മരണം വരെയും ഞങ്ങൾക്ക് നിങ്ങളെ ഇങ്ങനെ കാണാൻ കഴിയും. മരണത്തിനപ്പുറം എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളും മരണത്തിന് അധീനരാണ്. ഇതിന് മറുപടി തരണമെങ്കിൽ മരണമില്ലാത്ത ഒരുവൻ, പാപമില്ലാത്ത ഒരുവൻ ഇവിടെ വരണമെന്ന് മാനവകുലം ആഗ്രഹിക്കുമ്പോൾ ഒരു രക്ഷിതാവിനായി മാനവരാശി ഒന്നടങ്കമായി ആഗ്രഹിക്കുകയാണ്, കേളുകയാണ് ഒരു രക്ഷിതാവിന് വേണ്ടി. ആർക്കും മനുഷ്യൻ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വിധിച്ച ദൈവം തന്നെ മനുഷ്യന് വേണ്ടി ഒരു രക്ഷാപദ്ധതി ആവിഷ്കരിക്കുകയാണ്. സ്വർഗീയ സഭ കൂടുമ്പോൾ ആരാണ് നമുക്ക് വേണ്ടി പോകുന്നത്? അനന്തരം ഞാൻ ആരെ ആയിക്കൊണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഇതാ പിതാവിന്റെ സ്നേഹം. കാൺമീ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. വീണുപോയ മനുഷ്യനെ തള്ളിക്കളഞ്ഞിട്ട് മറ്റൊരു സൃഷ്ടിപ്പ് നടത്താതെ അവന് വീണ്ടെടുക്കുവാൻ ദൈവം കാണിച്ച സ്നേഹത്തിന് ആഴം ഇന്ന് രാത്രി മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് മറ്റൊരു സൃഷ്ടിപ്പ് നടത്താൻ കഴിയാഞ്ഞിട്ടല്ല, പകരം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട നിന്നെ തള്ളിക്കളയാൻ ദൈവത്തിന് തോന്നിയില്ല. അതുകൊണ്ടാ ഇന്ന് രാത്രിയിലും ഇവിടെ ഈ ശബ്ദം മുഴങ്ങുന്നത്. ഒരുപക്ഷെ ഈ യോഗം ഏതെങ്കിലും തെരുവോരങ്ങളിൽ മെയിൻ റോഡ് സൈഡിലാണെങ്കിൽ നിരവധി ആളുകൾ വരാം, നിരവധി വാഹനങ്ങളുടെ അകമ്പടി കാണാം. പക്ഷെങ്കിൽ നിന്റെ സമീപയായി, നിന്റെ കാതുകൾക്കരികിലായി ഈ സന്ദേശം കർത്താവ് കൊണ്ടുവരുന്നത് വീണുപോയ നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഇന്ന് രാത്രിയിലും ഈ 2024 ജനുവരി മാസം 13-ാം തീയതി രാത്രിയിലും മടങ്ങി വരുവാൻ ദൈവം ഒരു അവസരം തരികയാണ്. പ്രിയ സ്നേഹിത, മടങ്ങി വരിക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്നെ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ദൈവം മനുഷ്യനായി മണ്ണിലേക്ക് വരികയാണ്. ദൈവമായി വന്നാൽ ഒരിക്കലും ഈ ശിക്ഷ ഏറ്റെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. എന്തിനാണ് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് ചോദിച്ചാൽ, പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ദൈവമാണ് വിധിച്ചത്. ആ വിധി മാറ്റാൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് നിറവേറ്റണം. ദൈവിക നീതിയെ നിറവേറ്റുകയും മറുഭാഗത്ത് ദൈവ സ്നേഹത്തെ വിളംബരം ചെയ്യുകയും വേണം. രണ്ടും ഒരുപോലെ നടക്കണം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം മനുഷ്യനായി ഇറങ്ങി വരികയാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. ആമേൻ. അവൻ ദൈവത്തെ മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസവുമെടുത്ത് പാപമുടിക സകലത്തിലും നമുക്ക് തുല്യനായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. നോക്കണം, ദൈവമായിരുന്നവൻ, സകലത്തെ സൃഷ്ടിച്ചവൻ, സൃഷ്ടിയുടെ ആരംഭമായിരുന്നവൻ, സകലത്തെ നിയന്ത്രിച്ച് ഭരിച്ചു നടത്തവൻ, പ്രപഞ്ചത്തിന് അടിസ്ഥാനമിട്ടവൻ, സൗരയുധങ്ങളെ വിളിച്ച് അതിന്റെ സ്ഥാനങ്ങൾ ഗ്രഹങ്ങളെ ആക്കി വച്ചിരിക്കുന്നവൻ, ഇതാ ആ മഹിമ വെടിഞ്ഞ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ എന്റെയും നിങ്ങളുടെയും വില എത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് രാത്രി മടങ്ങി വരിക, മടങ്ങി വരിക.
മടങ്ങി വരിക, യേശുവിലേക്ക് മടങ്ങി വരിക. സ്വർഗീയ സഭ കൂടുന്നു. ആരാണ് പോകുന്നത്? ഒരുവനെ അയക്കുവാൻ പിതാവിന് സ്നേഹം തോന്നി. പുത്രൻ മനസ്സോടെ പറഞ്ഞു, ഞാൻ പോകാം. 40-ാം സങ്കീർത്തനം 6, 7, 8 വാക്യങ്ങൾ കാണുന്നു. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്തായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം? വീണുപോയ മനുഷ്യനെ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു. ആ ഇഷ്ടത്തിന് വേണ്ടി ഒരു പകരക്കാരൻ വേണം. പാപത്തിന്റെ ശമ്പളം മരണമാകിയാൽ ആ മരണം നടന്നേ മതിയാകുകയുള്ളൂ. അതിനെ ഒരു യാഗം നടക്കണം. അതിനെന്ത് ചെയ്തു? ദൈവമായിരുന്നവൻ മനുഷ്യനായി മണ്ണിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. പുത്രൻ തമ്പുരാൻ നമ്മിൽ ഒരുവനെ പോലെ ഇറങ്ങി വന്ന് ക്രൂശ് മരണത്തിലൂടെ നമ്മെ രക്ഷിക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധൻ പറയുന്നത്, നീ ക്രൂശ് മരണത്തിൽ രക്ഷിക്കുന്ന ജനതയെ നിത്യത വരെയും ഞാൻ പോറ്റി പുലർത്തിക്കൊള്ളാം. ഹല്ലേലൂയ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ഈ രക്ഷയുടെ പദ്ധതിയിൽ ഒരുമിച്ച് സമന്വയിച്ചത് കൊണ്ട് എബ്രായ ലേഖനക്കാരൻ വിളിച്ചു പറയുന്നു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊടിയും? പ്രൈസ് ഗോഡ്. ഇത്ര വലിയ രക്ഷ, ആ രക്ഷയുടെ ആഴം തിരിച്ചറിയണം. പിതാവ് സ്നേഹിക്കുന്നു, പുത്രൻ മഹിമ വിടിഞ്ഞിറങ്ങി വരാൻ മനസ്സ് വെക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം തരുന്ന പ്രൊട്ടക്ഷൻ എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അത് അനുഭവിക്കാൻ കഴിഞ്ഞവരെ ഓർത്ത് ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവമായിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ ഒരുവനെ പോലെയായി. പാപമൊഴികെ സകലത്തിൽ നമ്മിൽ ഒരുവനെ പോലെയായി ആ പാപഭാരങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഈ പ്രസംഗങ്ങൾ ഞാൻ പണ്ടൊരിക്കലൊരിടത്ത് ക്ലാസ് എടുത്തവരോട് ചോദിച്ചു, പാസ്റ്ററെ യേശു ദൈവമല്ലേ? ഞാൻ പറഞ്ഞു, അതെ ദൈവമാണ്. ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇല്ല. പക്ഷെ യേശു മരിച്ചില്ലേ? ഞാൻ പറഞ്ഞു, മരിച്ചു. അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു, പറയാം, ഇരിക്കാമെങ്കിൽ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ദൈവത്തിന് ഒരിക്കലും മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനായി ദൈവം മണ്ണിലേക്ക് വന്നത്. ദൈവം ദൈവമായിരുന്നാൽ മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി വന്ന് മാനവജാതിയുടെ പാപങ്ങളെ ഏറ്റെടുത്ത് മരിക്കുക. പാപം കൂടാതെ ജനിച്ച് പാപം ചെയ്യാതെ ജീവിച്ച് ജീവിതത്തിന് 33.5 വർഷത്തിനിടയിൽ ആർക്കും ക്രിസ്തുവിലെ പാപം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനും നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് ചോദിക്കുമ്പോൾ ഒരുവന്റെയും നാവ് ചലിക്കാൻ കഴിഞ്ഞില്ല. കാരണം പാപമില്ലാത്തവനായിരുന്നു എന്റെ കർത്താവ്. സ്തോത്രം. അവന് പാപമില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അവൻ ക്രൂശിൽ മരിച്ചു എന്ന് ചോദിച്ചാൽ യെശയ്യാവിന്റെ പ്രവചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട്, നമ്മുടെ എല്ലാം അകൃത്യം അവന്റെ മേൽ ചുമത്തി. സ്തോത്രം. മുടി ലോകത്തിന്റെ എന്റെയും നിങ്ങളുടെയും പാപമെല്ലാം പാപമില്ലാത്ത ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഞാൻ ആരംഭം ഓർപ്പിച്ച കാര്യമുണ്ട്. നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണ്. അന്ന് ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പാടിന് വേണ്ടി ഓരോ കുടുംബത്തിന് ഓരോ ആടുകൾ അറുക്കപ്പെടുകയാണ്. ആവി മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് 10-ാം തീയതി മാറ്റി നിർത്തിയ ആടിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് ആ രക്തമായി പാർക്കുന്ന വീടുകളുടെ കട്ടിളക്കാൽ മേലെ കുറുമടി മേലെ പുരട്ടുമ്പോൾ ആ രക്തമടയാളമുള്ള കുടുംബത്തിന് രക്ഷയുണ്ട്. 1 വർഷം വരെയും അടുത്ത പെസഹ വരെ ആ കുടുംബത്തിന് സംരക്ഷണത്തിന് വലയമുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ കൊരിന്ത്യരോട് പറയാണ്, കൊരിന്ത്യരെ, പഴയ നിയമത്തിന്റെ പിതാക്കന്മാരുടെ കാലങ്ങളിൽ ആണ്ടിൽ ഓരോ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുമെങ്കിൽ ഇവിടെ ഞാനൊരു കുഞ്ഞാടിനെ പരിചയപ്പെടുത്താം. അത് എല്ലാ വർഷവും അറുക്കപ്പെടുന്നില്ല. അവൻ ഒരിക്കലായിട്ട് അറുക്കപ്പെട്ടു. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് ക്രിസ്തു തന്നെ. കുഞ്ഞാട് മുടി ലോകത്തിന്റെ ഈ പാപം ഏറ്റെടുത്തുകൊണ്ട് ഈ മണ്ണിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണത്തിന്റെ പെസഹയുടെ ആചാരങ്ങൾ കണ്ടു വളർന്ന ന്യായപ്രമാണത്തിന്റെ അവസാന കണ്ണിയായ യോഹന്നാൻ പിതാവിനോടൊപ്പം ആലയത്തിൽ ഈ യാഗങ്ങൾ കണ്ട, ബലികൾ കണ്ട, ഈ പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന കർമ്മകാര്യങ്ങൾ കണ്ട് മനം തഴമ്പിച്ച, കണ്ണുകൾ പലപ്പോഴും കണ്ട് മടുത്തുപോയ യോഹന്നാൻ ദേവാലയം വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബൈബിൾ വിളിച്ചു പറയുന്നു, യോഹന്നാൻ മരുഭൂമിയിൽ ദൈവത്തിന് എള്ളപ്പാടുണ്ടായി. എന്താണ് എള്ളപ്പാട്? യോഹന്നാൻ, പിതാവിന്റെ കൂടെ കാലങ്ങളായി നീ ആലയത്തിൽ കണ്ട യാഗമല്ലേ? എല്ലാ വർഷവും ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നു. ആ കുടുംബത്തിന്റെ പാപഭാരം ഏറ്റുകൊണ്ട് ഒരു കുഞ്ഞാട് അറുക്കപ്പെടുമെങ്കിൽ ഇതാ ഞാൻ ഒരുവനെ നിനക്ക് ആത്മാവിൽ വെളിപ്പെടുത്തി തരാം. അവനെ കുറിച്ച് നീ വിളംബരം ചെയ്യണം. അങ്ങനെ ക്രിസ്തുവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ ഇതാ യോർദാൻ നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ തന്റെ അരികിലേക്ക് ആളുകൾ സ്നാനമേൽക്കാൻ വരുമ്പോൾ പിമ്പേ വരുന്ന ക്രിസ്തുവെ ചൂണ്ടിക്കാണിച്ചിട്ട് ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു,
പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത, ഇവൻ ഒരിക്കലായി അറുക്കപ്പെടുകയാണ്. ആ ഒരിക്കലായി അറുക്കപ്പെടുന്ന ഏകയാഗത്താൽ ഉലകത്തിലെ സകല മനുഷ്യർക്കും ആ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്. ഇന്ന് രാത്രിയും രക്ഷയോട് അകന്നിരിക്കുന്ന സഹോദര സഹോദരി, മാതാവിന്റെ പിതാവേ, നിനക്ക് രക്ഷ യേശുക്രിസ്തുവിന്റെ നിർമ്മല രക്തത്താൽ മാത്രമേ ഉള്ളൂ. അത് വിളിച്ചു പറയാനാണ് ഈ സുവിശേഷ യോഗം ഞങ്ങളുടെ ക്രമീകരിക്കുന്നത്. യോഹന്നാനെ ചൂണ്ടി പറഞ്ഞിതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മറ്റൊരു ഭാഗത്തുനിതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് എപ്പോഴാണ് നമ്മുടെ പാപഭാരമെല്ലാം ഏറ്റെടുക്കുന്നത്? പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ പാപമാക്കിയെന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനം 1-2 കൊരിന്ത്യർ 5:21 വിളിച്ചു പറയുമ്പോൾ എപ്പോഴാണ് ഈ പാപഭാരമെല്ലാം അവൻ ഏറ്റെടുത്തത്? ഹല്ലേലൂയ. നമുക്കറിയാം 33 തിരുവയസ്സിന്റെ ആ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങൾ പഠിച്ചാൽ സമൂഹം തള്ളിയിടത്തേക്ക് ക്രിസ്തു പോയത്, ആരും എത്തപ്പെടാത്തത് കർത്താവ് പോയത്. ശമരിയ പട്ടണം നിഷിദ്ധമായിരുന്നെങ്കിൽ ആ പട്ടണത്തിലേക്ക് തമ്പുരാൻ നടന്നെടുത്തത്. അവരെയാണ് കർത്താവ് സ്നേഹിച്ചത്. ആരൊക്കെ തള്ളിക്കളഞ്ഞ മേഖലകൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ക്രിസ്തുവിന്റെ കാൽപ്പാടുകൾ ആമെ ചെന്നെത്തുവാനിടയായി. ആ ദൗത്യം ഏറ്റെടുത്ത മിശ്രൈമാരും സുവിശേഷകർ ഇന്നും ആരും കടന്നില്ലാത്ത മേഖലകൾ സുവിശേഷം എന്ന ദീപശിഖയുമായി പോകുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഈ നെടുമ്പാറ എന്ന സ്ഥലത്തും ഈ പരിമിതമായ സാഹചര്യത്തിൽ ഈ സുവിശേഷത്തിന് ദീപശിഖ ഉയർത്തി ഞങ്ങൾ ഈ നെടുമ്പാറ ദേശത്തോട് ഇങ്ങനെ വിളംബരം ചെയ്യുന്നു. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. സ്തോത്രം. ഈ കയറ്റമൊക്കെ കയറി വരുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ആവേശം ഇതാണ്. തമ്പുരാനെ, ഒരു കടലിൽ രാത്രി തിരമാലയെ കീറി മുറിച്ചുകൊണ്ട് ശിഷ്യന്മാരെ മരണഭയത്തിൽ നടുവിലൂടെ അക്കരെ കൊണ്ടുപോയത് ഒരുവന് വേണ്ടിയാണെങ്കിൽ ഈ നെടുമ്പാറയെ ഞങ്ങൾ ചില ദിവസങ്ങൾ കഷ്ടം സഹിച്ചു വന്നത്, ക്ലേശം സഹിച്ചു വന്നത് നഷ്ടമല്ലെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ചിലതിനെ നിശ്ചയമായും ദൈവം ചേർത്തു വരും. ചിലതിനെ രക്ഷയിലേക്ക്, സ്നാനത്തിലേക്ക്, ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. യേശു പോയ ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞ് നിയോഗത്തോടെ പറഞ്ഞ് ഞാൻ മടങ്ങി വരാം. ശിഷ്യന്മാരെയും കൂട്ടി പോവുകയാണ് അക്കരയോട്ട്. പടകിൽ വലിയ തിരമാല ഉയർന്നു, ശക്തമായി ആഞ്ഞടിച്ചു. പക്ഷെ നോക്കണം, കർത്താവ് പടകിന്റെ അമരത്ത് ഉണ്ടായിരുന്നു. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച കാര്യമുണ്ട്. തമ്പുരാൻ ഉറങ്ങിയാണെങ്കിൽ എവിടെയായിരുന്നു ഉറങ്ങിയത്? അമരത്ത്. അതിന്റെ കാരണം തമ്പുരാൻ അറിയാം, ഈ യാത്ര ഒരു അസാധാരണമായ യാത്രയാണ്. തകർക്കാൻ സാധ്യതയുള്ളിടത്ത് അവനിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 27 പഠിക്കുന്നത് തിരയുടെ കേമത്താൽ പടകിന്റെ അമരം തകർന്നു. അമരം തകർന്ന പിന്നെ പരിപാടി തീർന്നു. നമ്മൾ ഈ വള്ളംകളി കണ്ടിട്ടുണ്ട്. അമരം കൺട്രോൾ പോയാൽ പിന്നെ വള്ളം മറിക്കുകയുള്ളൂ. സ്തോത്രം. ആ പടകിന്റെ അമരത്ത് തമ്പുരാനുണ്ട്. ശിഷ്യന്മാരാകുന്ന തണ്ട് വലിച്ചു നടന്നില്ല. അവർ വിളിച്ചു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ല. തമ്പുരാൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക. മർക്കോസാണ് അത് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാനത് പഠിച്ചപ്പോ കടൽ ഒരിക്കലും അനങ്ങാതിരിക്കുകയില്ല. ഒരിക്കലും. നമ്മളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, എപ്പോഴും കടലെപ്പം ഇളകിക്കിടക്കുകയാണ്. പക്ഷെ തമ്പുരാൻ പറയാണ്, ഇനി എന്ത് ചെയ്യില്ല, അനങ്ങരുത്. ഒരാത്മീയ ദൂതി ദൈവത്തോട് പറയാം. നമ്മുടെ ജീവിതയാത്രയിൽ ചില ചലനങ്ങൾ നമുക്ക് ഭയമുണ്ടാക്കുമെങ്കിൽ തമ്പുരാൻ അതിനെ നിശ്ചലമാക്കും. സ്തോത്രം. ചിലരുടെ ചെറിയ ചെറിയ വാക്കുകൾ നമ്മുടെ അകത്ത് ഭയമുണ്ടാക്കുമെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവം അതിനെ നിശ്ചലമാക്കും. കടലൊരിക്കലും ശാന്തമാകത്തില്ലെന്ന് അവർക്കും അറിയാം. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, ഈ യാത്രയിൽ ഗലീല കടല് നിന്റെ അകത്തുണ്ടാകുന്ന ഓളപ്പരപ്പ് നിമിത്തം, ചലനങ്ങൾ നിമിത്തം എന്റെ കുഞ്ഞുങ്ങളുടെ അകത്ത് ഭയമുണ്ടാകുന്നെങ്കിൽ ഞങ്ങൾ പോയി മടങ്ങി വരുന്ന സമയം വരെയും നീ അനങ്ങാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം തമ്പുരാൻ ചെയ്യുന്നവൻ കാറ്റിനെ ശാസിച്ചെന്ന. കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക. കാറ്റിനോടും പറഞ്ഞാൽ മതി, അടിക്കില്ലെന്ന് പറഞ്ഞാൽ കാറ്റ് അടിക്കില്ല. പക്ഷെ എന്തിനാണ് കാറ്റിനെ ശാസിച്ചതെന്ന് അതിന്റെ 5-ാം അധ്യായത്തിൽ വരുമ്പോഴേ കാണാൻ പറ്റുകയുള്ളൂ. ഭൂതഗ്രസ്തൻ ഓടി കർത്താവിന്റെ കാൽക്കൽ വീണ് പറഞ്ഞു, മഹോന്നത ദൈവപുത്രാ, എനിക്ക് നിനക്ക് തമ്മിൽ എന്തേ സമയത്തിന് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അശുദ്ധാത്മാവേ, ആ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു എന്നാണ്. എപ്പോഴാ കൽപ്പിച്ചത്?
പ്രൈസ് ഗോഡ്. ഈ പടകിൽ നിൽക്കുമ്പോൾ കാറ്റിനെ ശാസിച്ചില്ലേ? ഈ ശാസനയിലാണ് കരയിൽ അത്ഭുതം നടന്നത്. കാരണം ഇവനെ അടക്കി വാണിരുന്ന ഇരുട്ടിന്റെ ആധിപത്യമാണ് ഈ കടലിൽ കാറ്റിന്റെ മറ പിടിച്ചു വന്നത്. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം രസകരമായി എഴുതി ഇങ്ങനെയാണ്: തമ്പുരാൻ എന്നിട്ട് ചോദിച്ചു, കാറ്റേ കടലേ, ഞാൻ ഇതിനകത്തിരിക്കും, നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് അടങ്ങിയിരുന്നാൽ പോരെ. അപ്പം തിരമാല പറഞ്ഞു, എൻ്റെ പൊന്ന് തമ്പുരാനെ, ഞങ്ങൾ അടങ്ങിക്കിടന്ന് ഈ കാറ്റാണ് ഞങ്ങൾ ഇളക്കിക്കൊണ്ട് വരുന്നത്. അപ്പൊ കർത്താവ് പെട്ടെന്ന് കാറ്റിനെ നോക്കിയപ്പോൾ തമ്പുരാൻ ശിഷ്യന്മാര് കണ്ട കാറ്റല്ല കണ്ടത്. കാരണം അവരെ നമ്മളെപ്പോലെ നോർമലായ കണ്ണുകൊണ്ട് നോക്കി. പക്ഷേ അഗ്നിയാലക്കൊത്ത കണ്ണുള്ളവൻ നോക്കിയപ്പോൾ കാറ്റിന്റെ മറ പിടിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യത്തെ തമ്പുരാൻ കണ്ടിട്ട് അവൻ അതിനെ ശാസിച്ചു. ഇന്ന് രാത്രി ആമേ ജീവിതത്തിന് പടകിന് നേരെ ആഞ്ഞടിക്കുന്ന കാറ്റുകൾ പല നിലകൾ അടിക്കാം. പക്ഷേ അതിന്റെ മൂലകാരണങ്ങൾ നിനക്ക് കണ്ടെത്താൻ കഴിയാതെ വ്യാകുലപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുന്നത്, ശാസിക്കേണ്ടത് തമ്പുരാൻ ശാസിക്കുകയും നിശ്ചലമാക്കേണ്ടത് തമ്പുരാൻ നിശ്ചലമാക്കുകയും ചെയ്യും. അക്കരെ ചെന്നു, ഇവനെ സൗഖ്യമായി. അവർ പറഞ്ഞു, വീട്ടിൽ ഇവിടെ ഈ ദേശം വിട്ട് പൊക്കോളാൻ പറഞ്ഞു. കർത്താവ് അന്നേരെ പോവുകയാണ്. സൗഖ്യമായ മനുഷ്യൻ ഓടി വന്നവന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ കൂടെ വരികയാ. അപ്പൊ യേശുവിന്റെ മറുപടി ഇതാ, നീ എന്റെ കൂടെ വരണ്ട, നിന്റെ വീട്ടിലോട്ട്. ഞാൻ ആ ഭാഗം വെച്ച് എനിക്ക് കർത്താവിനോട് ഇച്ചിരി പിണക്ക് തോന്നി. കാരണം ഒരിക്കലും ഒരുത്തനെ വിളിച്ചു, എന്റെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അപ്പനെ പോയി ഒന്ന് അടക്കട്ടെ. അപ്പൊ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ എന്റെ കൂടെ വരാൻ പറഞ്ഞു. അല്ലേ? ഇവിടെ ഒരുത്തൻ മനസ്സോടെ വരാമെന്ന് തമ്പുരാൻ പറയാം, നീ എന്നോട് വരണ്ട, വീട്ടിൽ പൊക്കൂ. അപ്പൊ ഞാൻ പിന്നെ പുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, തമ്പുരാനല്ല കുഴപ്പം, എനിക്ക് വായനയിൽ എനിക്ക് പറ്റിയ കുഴപ്പമാണ്. കാരണം അതിന്റെ ചരിത്രം പഠിച്ചപ്പോൾ അങ്ങനെ, ഇവന് വീടുണ്ട് കിടക്കാൻ, പക്ഷെ വീട്ടിൽ ഇതുവരെ കിടന്നിട്ടില്ല. പിന്നെ കിടപ്പല്ലേ എവിടാ? കല്ലറി. ഇച്ചിരി സുബോധമൊക്കെ ഒന്ന് വീട്ടിലോട്ട് വന്ന പടിക്കലാകുമ്പോൾ ഇവനെ മറ്റേ പുള്ളി എന്ത് ചെയ്യും? നേരെ കല്ലറയൊക്കെ ഓടിപ്പിക്കും. അപ്പം വീടൊരു വിദൂര സ്വപ്നമായിരുന്നു ഇവന്. സമാധാനത്തോടെ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഉറങ്ങാന്നുള്ള വിദൂര സ്വപ്നമായിരുന്നു. തമ്പുരാന്റെ കുഞ്ഞെ, നിന്നെ നിന്റെ വീട്ടിലൊന്ന് കിടത്തണം, അതിനാണ് ഞാൻ വന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബദ്ധന്മാരെ അഴിച്ചു വിടാൻ വേണ്ടിയ തമ്പുരാൻ ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. പാപം ബന്ധിച്ചിരിക്കുന്ന, ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ബന്ധിച്ചിരിക്കുന്ന ജീവിതങ്ങളെ സൗഖ്യം നൽകി, വിടുതൽ നൽകി അവന്റെ വീട്ടിലേക്ക് അവനെ മടക്കി അയക്കുകയാണ്. പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ നിനക്ക് ചെയ്തതെല്ലാം പറയണമെന്ന് പറയുമ്പോൾ അവൻ അതൊക്കെ പോലെ ദേശം മുഴുവൻ വിളിച്ചു പറഞ്ഞു, യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്, യേശുവാണ് എനിക്ക് വിടുതൽ നൽകിയത്, യേശുവാണ് എന്റെ ജീവിതത്തിന് അർത്ഥം നൽകിയത്, യേശുവാണ് എന്നെ ഉയർത്തി. അതേ വിളംബരം ഇവിടെ നടക്കുന്നത്. തെക്കപ്പല് ദേശം ഇളക്കി മറിക്കുക. സ്തോത്രം. നോക്കിക്കേ, മനുഷ്യ രക്ഷിപ്പാൻ കർത്താവ് ഇറങ്ങി വരികയാണ്. ദൈവമായിരുന്നവൻ മനുഷ്യനായി ഇവിടെ വരികയാണ്. വന്ന് 33.5 തിരുവയസ്സിലെ യാത്രയിൽ ആരും ചെല്ലാത്ത മേഖലയിൽ ചെന്ന് അനേകരെ ചേർത്ത് നിർത്തി രക്ഷിച്ചു. അവരെ ഇതാ മുമ്പോട്ട് കൊണ്ടുവരികയാണ് ഈ വഴിയിലേക്ക്. ഗതസമനയിലെ പ്രാർത്ഥനയിലേക്ക് നമുക്കൊന്ന് വരാം. നോക്കണം, മനുഷ്യന്റെ പാപഭാരം ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വേദനജനകമായൊരവസ്ഥ. ആ പ്രാർത്ഥനയിൽ ശിഷ്യന്മാരെ കൂടെ കൂട്ടുകയാണ്. ഗതസമനിലേക്ക് പിന്നെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇതാ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. അവരെ പ്രാർത്ഥനയ്ക്കായി ആ പ്രവേശന കവാടത്തിരിക്കുന്ന പക്ഷേ ഉറങ്ങിപ്പോയി, വിഷാദത്താൽ ഉറങ്ങിയെന്ന് സുവിശേഷകർ പറയുന്നുണ്ട്. പക്ഷേ ഇത് നോക്കണം, കർത്താവ് അകത്തേക്ക് പോയി പ്രാർത്ഥിച്ച് വീണ്ടും വരുമ്പോൾ ഇവരെ ഉറങ്ങുന്നതായിട്ട് കണ്ട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. കർത്താവ് അകത്തേക്ക് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകം നോക്കണം. അവിടെ ശീമോൻ ചോദിക്കും, ശീമോനേ, നിനക്കൊരു നാഴിക എന്റെ കൂടെ ഉണർന്നിരിക്കാൻ കഴിയില്ലയോ? പക്ഷെ നാഥൻ നോക്കിക്കേ, അകത്തേക്ക് പോയി വീണ്ടും പ്രാർത്ഥിക്കുക. അതേ വാക്ക് ചൊല്ലി പ്രാർത്ഥിക്കുകയാ. യേശുവിന്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വേദനകൾ ഏറെ ആഴമാണെന്ന് തിരിച്ചറിഞ്ഞ മറുരൂമല വെച്ച് മോശയും ഏലിയാവും പറഞ്ഞു കൊടുത്ത ഈ യാതനകൾ, ഈ കഷ്ടതകൾ സഹിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു വന്നാൽ. മനുഷ്യന്റെ ഭാഗത്തു നിന്നുകൊണ്ട് യേശു പറയാണ്, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റണമേ. പാപഭാരം ഏറെ മുറിവുകൾ ഉണ്ടാക്കുന്നതാ. പാപത്തിന് ശമ്പളമായ മരണം നമുക്ക് മുറിവുണ്ടാക്കുന്നതാ. മാറിപ്പോകാൻ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ പാപത്തിന് ശമ്പളമായ മരണം നമ്മിൽ നിന്ന് എടുത്തു മാറ്റി ആ പാപഭാരം തന്റെ പ്രിയപുത്രന്റെ ചുമലിലേക്ക് പിതാവ് വെച്ചു കൊടുക്കണ ഗതസമനയിൽ പിതാവ് പുത്രന്റെ പ്രാർത്ഥനയ്ക്ക് മൗനമായിരുന്നിട്ട് ഇതാ മുഴങ്കാലുകൾ മടക്കി ഗതസമനയിലേക്ക് പ്രാർത്ഥിക്കുകയാണ്. അവൻ അതിശ്രദ്ധയോടെ പ്രാണവേദനയായി പ്രാർത്ഥിക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, ദൂതൻ ഇറങ്ങിയെന്നവനെ ശക്തിപ്പെടുത്തി. അവന്റെ പ്രാർത്ഥനയുടെ നിലവാരം മാറി. അതിശ്രദ്ധയോടെ പ്രാണവേദനയിൽ ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്.
ഈ പ്രാർത്ഥന കഴിഞ്ഞ് ശക്തി പ്രാപിച്ചവനായി ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാരെ ഉറങ്ങുന്നവരായിട്ട് കണ്ടു. അവർ നിങ്ങൾ ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവീൻ. പുറത്തേക്ക് ഇറങ്ങി വരുന്ന കർത്താവ് വാളും വടിയുമായി തന്നെ പിടിക്കാൻ നിൽക്കുന്ന റോമൻ സൈന്യത്തോട്, പരീശന്മാരോട്, മതപുരോഹിതന്മാരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് തിരിയുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ നസ്രയനായ യേശുവിനെ തിരിയുന്നു. യേശുനാഥന്റെ മറുപടി, അത് ഞാൻ തന്നെ ആകുന്നു. യോഹന്നാൻ 18:3-4 വാക്യം പറയുമ്പോൾ ഞാൻ തന്നെ ആകുന്നു എന്ന് പറയുമ്പോൾ ആയുധമേന്തിയ പടയാളികൾ മരിച്ചവരെ പോലെ അവന്റെ കാൽക്കൽ വീണു. ആ ശബ്ദത്തിന്റെ ആഴം തിരിച്ചറിയണം. മോശയോട് ഒരിക്കൽ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ തമ്പുരാന്റെ ശബ്ദമാണ്, ദൈവമായ ക്രിസ്തുവിന്റെ ശബ്ദമാണ് മുഴങ്ങിയത്. അത് ഞാനാകുന്നു. ഞാൻ വന്നത് ഇത് സഹിക്കാൻ വേണ്ടിയാണ്. പടയാളികളെ ബന്ധിച്ചു കൊണ്ടുവരും മുമ്പോട്ട് ഗബ്ബഥായിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. നോക്കണം, മാനവ ജാതിയുടെ പാപത്തിന് പരിഹാരത്തിനായി ബന്ധിക്കപ്പെട്ട് ആ ശരീരം തകർക്കപ്പെടണം. ഒരു അകൃത്യയാഗമായി അവൻ പരിണമിക്കണം. അവന്റെ ശരീരം തകർക്കപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. ആ പാപത്തിന് ശമ്പളം ആയ മരണമേറ്റെടുക്കുവാൻ, ആമേൻ, ക്രൂശ് മരണം, നിന്ദ്യമായ നികൃഷ്ടമായ കുരിശ് മരണം യേശുനാഥൻ അനുഭവിക്കണമെന്നുള്ളത് പിതാവ് വച്ചിരിക്കുന്ന വ്യവസ്ഥയാകിയാൽ ആ ദൈവ ഇഷ്ടത്തിനായി പുത്രൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ പീലാത്തോസിന്റെ കൽത്തളത്തിൽ ഒരുക്കപ്പെട്ട കൽക്കുറ്റിയിൽ അർത്ഥനഗ്നനായി ശരീരത്തെ വളച്ചു നിർത്തി, കൈകൾ ചേർത്ത് ബന്ധിച്ച ക്രിസ്തുവിന്റെ ശരീരത്തെ അർത്ഥവൃത്താകൃതിയിൽ വളച്ചു നിർത്തുമ്പോൾ ജോസിഫസ് എന്ന ചരിത്രകാരന്റെ എഴുത്തുകൾ ഏറെ ശ്രദ്ധേയമാണ്. റോമൻ പടയാളികൾ, ആരോഗ്യ ദൃഢയാത്രന്മാരായ പടയാളികൾ രണ്ടുപേർ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് ഇതാ മൃഗത്തിന്റെ തോലിൽ പിന്നിയെടുത്ത ചാട്ടവാറ് കൊണ്ട് ഒരു ചാട്ടവാറിന്റെ അഗ്രത്ത് 7 ഞാണുകൾ, അതിന്റെ ഓരോ അഗ്രങ്ങളിൽ കട്ടികൾ, മുള്ളുകൾ, അസ്ഥികഷ്ണങ്ങൾ, ചൂണ്ടലുകൾ ഇതൊക്കെ കൊളുത്തിയിട്ടിട്ട് ഇതാ ആരോഗ്യ ദൃഢഗാത്രന്മാരായ പടയാളികൾ അന്തരീക്ഷത്തിൽ ഈ ചാട്ടവാറ് ചുഴറ്റി യേശുവിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ജോസഫസ് എഴുതുകയാണ്, യെശയ്യാവ് കണ്ട ആത്മീയ ദർശനം എത്ര കൃത്യമാണ്. അവന്റെ പുറമെല്ലാം ഉഴുവുചാല് പോലെ കീറുകയാണ്. ആഴ്ന്നിറങ്ങുന്ന ചൂണ്ടകൾ, ഈ കട്ടികൾ, മുൾക്കൊളുത്തുകൾ തിരിച്ചു വരാൻ വിമുഖത കാട്ടുമ്പോൾ പടയാളികൾ ആരോഗ്യത്തോടെ തിരികെ വലിക്കുമ്പോൾ ശരീരത്തെ കീറിമുറിച്ചുകൊണ്ട്, മാംസത്തെ കീറിമുറിച്ച് ചാലുകളായി മാറ്റിക്കൊണ്ട് ഇതാ യേശുവിന്റെ ശരീരത്തിലെ മാംസത്തെ കഷണങ്ങളായി പിടിതെടുത്തുകൊണ്ട് ഈ ചാട്ടവാറ് പുറത്തേക്ക് വരികയാണ്. അടുത്ത് കരുതിയിരിക്കുന്ന കൽപാത്രത്തിലെ വെള്ളത്തിൽ വീണ്ടും ഈ ചാട്ടവാറ് മുക്കിയിട്ട് വീണ്ടും അടിക്കുകയാണ്. അകവും പുറവും തിരിച്ചിട്ട് അടിച്ചടിച്ച് അവനെ കണ്ടാൽ ആളല്ല ഉള്ള രൂപത്തിലാക്കി, അവനെ വിരൂപനാക്കി, മനുഷ്യരൂപമല്ലാതെയാക്കി. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ഒരിക്കൽ പാപം നിമിത്തം നീ ദൈവരൂപം നഷ്ടപ്പെടുത്തിയപ്പോൾ ആ ദൈവരൂപം നിനക്ക് തിരിച്ചു തരുവാൻ ദൈവകുമാരൻ നിനക്കായി വിരൂപമാക്കപ്പെടുകയാണ്. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ അവൻ വിരൂപമാകുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ട ആത്മീയ സൗന്ദര്യം തിരിച്ചു തരുവാൻ, ദൈവ തേജസ് തിരിച്ചു തരുവാൻ, ദൈവരൂപം തിരിച്ചു തരുവാൻ ഇതാ അവൻ രൂപമില്ലാത്തവനായി മാറുകയാണ്. ആ കൽത്തളത്തിലെ ക്രൂരമായ ശിക്ഷയ്ക്കൊടുവിലായി ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണ്. ആമേൻ. ചേർത്ത് കെട്ടിയ മരക്കമ്പുകൾ, ആ കമ്പുകൾ തോളിൽ വെച്ച് കൊടുത്തുകൊണ്ട് മുൻപോട്ട് അടിച്ച് നടത്തുകയാണ്. സമയത്തിന് മുമ്പേ കൊണ്ട് ആ നിശ്ചിത സ്ഥലത്ത് ക്രിസ്തുവിനെ ക്രൂശിക്കണം. അതെല്ലാം റോമൻ ഗവൺമെന്റ് സമയങ്ങൾ വളരെ കൃത്യമായതുകൊണ്ട് തന്നെ അതവർ ചെയ്യുകയാണ്. നോക്കണം, വ്യാഴാഴ്ച മുതലുള്ള കർത്താവിൻ്റെ ഉപദ്രവങ്ങൾ, ക്ഷീണങ്ങൾ ഏറെ സഹിച്ചുകൊണ്ട് കർത്താവ് ഈ അടികളെല്ലാം ഏറ്റ് ശരീരത്തിൽ രക്തമെല്ലാം വാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അർത്ഥപ്രാണനായ എൻ്റെ പ്രാണപ്രിയന്റെ ശിരസിലേക്ക് റോമൻ പടയാളികൾ ഈ കാട്ടുമരത്തിന്റെ കമ്പുകൾ ചേർത്ത് വെച്ച് കെട്ടിയ ക്രൂശ് എടുത്തു കൊടുക്കുമ്പോൾ യോസേഫ് എന്ന ചരിത്രകാരൻ പറയുന്നത് ഏതാണ്ട് 14 വീടും എന്റെ പ്രാണപ്രിയൻ നടന്നു പോവുകയാണ്. നോക്കണം, ആരാണ്? സകലത്തിന്റെ അധിപനായിരുന്നവൻ, പ്രപഞ്ചത്തെ ഇല്ലായ്മ എന്ന് വിളിച്ചുളവാക്കിയ സർവചരാചരങ്ങളെയും ഉളവാകട്ടെ എന്ന് ഉളവാക്കിയവൻ ഇതാ നമ്മിൽ ഒരുവനെ പോലെ ബലഹീനനായി മരക്കുരിശിന്റെ കീഴിൽ, ശാപമരക്കുരിശിന്റെ കീഴിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആ ശാപം ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രി അങ്കണത്തിൽ ഇരിക്കുമ്പോൾ, ഈ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ കണ്ണുകൾ, നിന്റെ ആത്മീയ കണ്ണുകൾ ആ ക്രൂശിലേക്ക് പായട്ടെ. ഈ രാത്രി ക്രൂശിന്റെ ദർശനത്തോട് കൂടിയേ ഈ അങ്കണം വിട്ട് മടങ്ങാവൂ നീ. ഹല്ലേലൂയ. ഇതാ ആ ക്രൂശിന്റെ അടിയിൽ നിന്ന് വീഴുന്ന ഇടത്ത് എഴുന്നേൽക്കാൻ കഴിയാതെ അവിടെ വീണ് കിടക്കുമ്പോൾ പടയാളികൾ ആക്രോശിച്ചുകൊണ്ട് വീണ്ടും അവനെ അടിക്കുകയാണ്. അവൻ വീണ്ടും എഴുന്നേറ്റ് മുൻപോട്ട് പോകുമ്പോൾ സമയങ്ങൾ വൈകുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. മുമ്പോട്ട് വന്ന വഴിത്താരയിൽ അവൻ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുമ്പോൾ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോൻ എന്നൊരു മനുഷ്യനെ പടയാളികൾ നിർബന്ധിച്ചു, ഈ ക്രൂശ് നീ ചുമക്കണം. നിന്ദ്യമായ ശാപത്തിന്റെ അടയാളമായ ക്രൂശ് ആരും ഏറ്റെടുക്കയില്ല. പക്ഷെ പടയാളികൾ ഒന്ന് നിർബന്ധിച്ചു, നീ എടുത്തേ മതിയാകിയുള്ളൂ. നോക്കണം, മനസ്സില്ല മനസ്സോടെ വയലിലെ അധ്വാനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വന്ന ശീമോൻ
പടയാളികളുടെ നിർബന്ധത്തിന് വഴങ്ങി യേശുവിന്റെ ക്രൂശിന്റെ അല്പഭാരം തന്റെ തോളിലേക്ക് വെച്ചു. ആ ക്രൂശുമേന്തി നടക്കുന്ന യേശുനാഥന്റെ കണ്ണുകൾ ശീമോന്റെ കണ്ണുകളിലേക്ക് ഉടക്കി എന്നാണ് ചരിത്രം പറയുന്നത്. യേശുനാഥൻ നോക്കിയത് ഈ പ്രയാസത്തിൽ എന്നെ സഹായിച്ചത് ആരാണെന്ന് മാത്രമല്ല, യേശുവിന്റെ കണ്ണുകൾ അഗ്നിയാലക്കൊത്ത കണ്ണുള്ളവനാണ്. അവന്റെ കണ്ണുകൾ പാഞ്ഞത് ശീമോന്റെ തലമുറയിലേക്ക്. ആ കണ്ണുകൾ പാഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വയല് കൊണ്ട് അസ്തമിക്കണ്ട, ആ ചേറുകൊണ്ട് അസ്തമിക്കേണ്ട ശീമോൻ ഇതാ പതിവിന് വിരോധമായി എല്ലാവരും അകന്നു മാറി നിൽക്കും നിന്ദ്യമായ ക്രൂശിന് തന്റെ തോള് കൊടുത്തു. അന്ന് ആ ക്രൂശിന്റെ ഗോൽഗോഥയുടെ അടിവാരം വരെ വന്ന ശേഷം പിന്നീട് ക്രൂശിക്കപ്പെടുന്നയാൾ ചുമന്നു കൊണ്ടുപോകണം. ശീമോനെ അവർ അടിച്ച് അവിടെ നിന്ന് അയച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ശീമോൻ നോക്കണം, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പതിവിന് വിരോധമായി ഒരു സംഭവം. എന്നും ചേറും ചെളിയും പറ്റിയ ഡ്രസ്സുമായി വീട്ടിലേക്ക് വരുന്ന ശീമോന്റെ ഡ്രസ്സ് കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ചേറിന്റെ ഗന്ധമല്ല, ഒരു രക്തത്തിന്റെ ഗന്ധം ആ ഡ്രസ്സിനുണ്ട്. ശരീരത്തിൽ പറ്റിപ്പിടിച്ച രക്തത്തുള്ളികൾ കട്ടിപിടിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ചോദിച്ചു കാണാം, അപ്പച്ചാ എന്ത് പറ്റി? ശീമോൻ പറഞ്ഞു, ഒരു ക്രൂശ് ഞാൻ എടുക്കേണ്ടി വന്നു, പടയാളികൾ നിർബന്ധിച്ചത് കൊണ്ടാണ് മക്കളെ ഞാൻ എടുത്തത് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, അപ്പന് ശേഷമായി വയലിലേക്ക് ഇറങ്ങി അധ്വാനം കൊണ്ട് വയൽ കൊണ്ട് അസ്തമിക്കേണ്ട കുഞ്ഞുങ്ങൾ വയലിൽ അസ്തമിക്കാൻ ദൈവം അനുവദിച്ചില്ല. ആ കുഞ്ഞുങ്ങളെ പറ്റി പുസ്തകം പറയുന്നത് കർത്താവിൽ പ്രസിദ്ധരായ അലക്സാണ്ടറിന്റെയും രൂപസന്റെയും അപ്പനായ ശീമോനെ വന്ദനം ചെയ്യുവീർ. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ജീവിതത്തിൽ പിതാക്കന്മാരെ, നിങ്ങൾ കർത്താവിന്റെ ക്രൂശിന് തോള് കൊടുത്തത് നഷ്ടമല്ല. തലമുറകളെ ആദരിക്കുന്ന ദിനങ്ങൾ അതിവിദൂരമല്ല. അവരെ ക്രിസ്തുവിൽ പ്രശസ്തരും പ്രസിദ്ധരുമാക്കി മാറ്റുന്ന ഒരു പുസ്തകമാണ്, ഒരു സന്ദേശമാണ് സുവിശേഷം. ഈ പുസ്തകം എത്ര വർഷങ്ങൾ ലോകത്തിൽ പ്രസംഗിക്കപ്പെടുമോ അന്നെല്ലാം ഈ തലമുറയെ പറ്റി പ്രസംഗിക്കപ്പെടും. അപ്പനെയും അമ്മയും വിട്ടില്ല. സ്തോത്രം. പൗലോസ് പറയാ, ആമേൻ, സ്തോത്രം. അലക്സാണ്ടറിന്റെ രൂപസന്റെ അമ്മയായ വിശേഷാൽ എനിക്കും അമ്മയായ, അങ്ങനെ പറയുന്നത്. സ്തോത്രം. കണ്ടോ, അടുക്കള കൊണ്ട് ഒതുങ്ങേണ്ട ഒരു അമ്മയാ, പക്ഷെ പുസ്തകത്തിൽ പേര് കയറ്റി വെച്ചേക്കുക. വയല് കൊണ്ട് അസ്തമിക്കേണ്ട പിതാവാ, പക്ഷെ പുസ്തകത്തിൽ നിന്നും പ്രസംഗിക്കപ്പെടുക. കാരണം ക്രൂശ് ചുമക്കാൻ ഏൽപ്പിച്ചു. ഈ ക്രൂശ് നിന്ദ്യമാണ്, നികിഷ്ടമാണ്, ശാപമാണ്. പക്ഷെങ്കിൽ ഇത് ഏറ്റെടുക്കുന്നവന് ഇതാ ആ ശാപം പേരേണ്ടി വരികയില്ല. ആ ശാപം പേറി ഒരുവൻ നമുക്ക് മുമ്പായി ക്രൂശിലേറിയത് കൊണ്ട് ആ ശാപത്തിന്റെ കീഴിൽ നിന്ന് അവൻ നമ്മെ വിലക്കി വാങ്ങി. ഇതിനകത്തിലങ്ങനെ വിളിച്ചു പറയാണ്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ കീഴിൽ നിന്ന് ക്രിസ്തു നമ്മളെ വിലക്കി വാങ്ങിയിരിക്കുകയാണ്. അമ്മയൻ സ്തോത്രം. ഇന്ന് ക്രൂശ് അഭിമാനമാണ്, ക്രൂശ് അഭിമാനമാണ്. നോക്കണം, ഈ ഗോൽഗോഥാ മെട്ടിൻപുറത്തേക്ക് അരിമനാഥനെ കൊണ്ടുപോവുകയാണ്. ഒരുക്കിയ പാറക്കുഴിയിലേക്ക് ക്രൂശിടണം. ആ പാറയിലേക്ക് മലർത്തി കിടത്തിയ കാട്ടുകമ്പ് കഷണങ്ങളിലേക്ക് എൻ്റെ കർത്താവിൻ്റെ ശരീരത്തെ അവർ എടുത്തിടുകയാണ്. ശരീരമെല്ലാം മാംസകഷണങ്ങളായി തകർക്കപ്പെട്ട അർത്ഥപ്രാണനായ എൻ്റെ പ്രാണപ്രിയന്റെ ശരീരം, മുൽക്കിരിയുടെ ധാരിയായ, മുഖത്തെ രോമമെല്ലാം വലിച്ചു പറിക്കപ്പെട്ട, ഉപദ്രവം കൊണ്ട് മുഖമെല്ലാം മേങ്ങിയിരിക്കുന്ന, കണ്ണുകളിലൊക്കെ ആഴമായ മുറിവുകളിട്ടിരിക്കുന്ന എൻ്റെ പ്രാണപ്രിയനെ ആ തടിക്കഷണത്തിലേക്ക് അവർ ഇടുമ്പോൾ ഇതാ ആ മുറിവിലേക്കൊക്കെ തടിയുടെ ഭാഗങ്ങൾ കൊടുമ്പോൾ എത്ര വേദനയാണെന്ന് ചിന്തിച്ചു കൊള്ളണം. ആ കിടക്കുന്ന മരക്കുരിശിലേക്ക് കരങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതാ 2.5 ഇഞ്ച് നീളമുള്ള കാര്യരുമ്പാണികൾ റോമൻ പടയാളികൾ ചുറ്റികൊണ്ട് ആഴ്ന്നടിച്ചിറക്കുമ്പോൾ ചരിത്രകാരനായ എഴുത്തുകാരനായ വയലാർ രാമവർമ്മ എഴുതിയൊരു ഭാഗമുണ്ട്, എന്നെ ചിന്തയിൽ എപ്പോഴും ഉണ്ടത്. അന്ന് ക്രിസ്തുവിന്റെ കൈകളിൽ അടിച്ച ആണികളിൽ അടിച്ച ചുറ്റികയുടെ മുഴക്കം, ആ ആണിയുടെ മുഴക്കമല്ലേ ഇന്നത്തെ ദേവാലയങ്ങളിൽ മുഴങ്ങുന്ന പള്ളിമണികളെന്ന് വയലാർ രാമവർമ്മ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കിക്കിയ കരങ്ങളിലേക്ക് പാപം ചെയ്ത കരമാണോ? അല്ല. ആ കരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയേ, കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ച കരം, നയീൽ നബി തൗയുടെ ഏകയാസമായ മകന്റെ മഞ്ചം തൊട്ട് സൗഖ്യമാക്കിയ കരം, കുരുടന് കണ്ണിൽ കാഴ്ച കൊടുക്കുവാൻ ചേറ് കുഴച്ചു വെച്ച കരം, വിശന്നവൻ അപ്പം വിളമ്പിക്കൊടുത്ത കരം, പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ച കരം, സമൂഹം തള്ളിയവന് ചേർത്ത് പിടിച്ച ആ പവിത്രപാണികളിൽ, ആ പുണ്യപാണികളിൽ റോമൻ പടയാളികൾ ആണിയാടിനടിച്ചിറക്കുകയാണ്. വലതുകരങ്ങളിലേക്ക് കാണിയിടിച്ചു, ഇടതുകരങ്ങളിലേക്ക് കാണിയിടിക്കുവാൻ ചേർത്ത് പിടിക്കുമ്പോൾ ഇതാ കയറ് കൊണ്ട് വലിച്ചു പിടിച്ചിട്ട് ആ കരങ്ങളിലേക്ക് അവർ ആണിയടിക്കുകയാണ്. സ്തോത്രം. അതിനു ശേഷമായി കാലുകൾ അല്പം മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ട് ഇരു കാലുകളുടെയും പുത്തകൾ ചേർത്ത് വെച്ചിട്ട് ഇതാ ആ കാലിലേക്ക് ആണി ആടിച്ചിറക്കുകയാണ്. ആടുന്നത് 2.5 ഇഞ്ച് നീളമുള്ള കാര്യരുമ്പാണികൾ ഇറക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആരും ചെല്ലാത്ത ഇടങ്ങളിലേക്ക് ഒരുവനെ തേടിപ്പോയ കരം. ശമരിയർ നിഷിദ്ധരെന്ന് പറഞ്ഞപ്പോൾ അവരെ തേടിപ്പോയ കാലുകൾ ആരൊക്കെ തള്ളിക്കളഞ്ഞുവോ അവിടേക്ക് കടന്നു എന്ന ആ പൊന്നുപാദങ്ങളിൽ ആടിയടിക്കുകയാണ്.
അതിനുശേഷമായി റോമൻ പടയാളികൾ ഈ പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് ഈ ക്രൂശോട് ചേർത്ത് കർത്താവിനെ എടുത്തിടുകയാണ്. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയാണ്, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിന്റെ പൊടിയിലിട്ടുമിരിക്കുന്നു. നോക്കണം, പിതാവ് ഏൽപ്പിച്ചത് എന്താ? പിതാവിന്റെ ഇഷ്ടം. യെശയ്യാ 53:10 അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് സന്തതിയെ കാണണമായിരുന്നു. പാപം ചെയ്ത ദേഹിക്ക് മരണം വിധിക്കുമ്പോൾ ദൈവം തന്നെ വിധി കൽപ്പിച്ചു. പാപത്തിന് ശമ്പളം മരണമാണ്. ആ മരണത്തിനായി തൻ്റെ പ്രിയപുത്രനെ ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മാനകുലത്തിന് പാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരു കുഞ്ഞാടായി നമുക്ക് പകരക്കാരനായി ക്രൂശിലവൻ യാഗമായി തീരുകയാണ്. ആ ക്രൂശിലെ മൊഴികളെല്ലാം കൃത്യമായി ഉരുവിട്ടുകൊണ്ടതാ സ്വന്തം തോളിലേക്ക് തലചായ്ച്ച് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ പ്രാണനെ ഏൽപ്പിക്കുകയാണ്. നോക്കിക്കേ, ആമേൻ. ഒരുവൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ പ്രാണനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം ചോദിക്കുമ്പോൾ, മനുഷ്യൻ അവന്റെ പ്രാണനെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ക്രിസ്തു മനുഷ്യന്റെ പ്രാണനെ രക്ഷയ്ക്കായി ക്രൂശിൽ മരിച്ച് പ്രാണനെ വിട്ടില്ല. പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ, ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് സ്വന്തം തോളിലേക്ക് തലചായ്ച്ച് മരിക്കുകയാണ്. ഹല്ലേലൂയ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാൻ ആർക്ക് കഴിവൻ ചോദിക്കുമ്പോൾ ആർക്കും കഴിയില്ലെന്ന് പഴയ നിയമം അടഞ്ഞ അധ്യായമായി ചോദ്യത്തിന് വിട്ടു നിർത്തുമ്പോൾ, യേശുക്രിസ്തുവിന്റെ വിളംബരം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ക്രൂശിലെ മരണത്തിലൂടെ മാനവജാതിയെ രക്ഷിക്കുകയാണ്. ആ രക്ഷാദൗത്യം പൂർത്തീകരിക്കുകയും ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട കർത്താവ് ആ ഒരുക്കപ്പെട്ട കല്ലറയിലേക്ക് ഇതാ അനുവാദത്തോടുകൂടി ആളുകൾ ആ കല്ലറയിലേക്ക് കൊണ്ട് കർത്താവിന്റെ ശരീരം വെക്കുകയാണ്. ആ ശരീരത്തെ ശ്രദ്ധിക്കണം. രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകുന്ന ശരീരം. ആ ശരീരത്തിലേക്ക് ഏതാണ്ട് 100 അതിലും റാത്തൽ സുഗന്ധദ്രവ്യങ്ങളെ കൂട്ടിട്ട് റുമാല് കൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി ഈ ശരീരം ആ കല്ലറയിൽ വെച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അവിടേക്ക് കൊണ്ടുവച്ച ശേഷം നോക്കണം, യഹൂദന്മാർ പറഞ്ഞത്, പിലാത്തോസ് വളരെ ശ്രദ്ധിക്കണം, ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനോ ക്രൂശിക്കപ്പെടും, നിങ്ങൾ എന്നെ ക്രൂശിക്കും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഇവൻ ഉയർക്കാതിരിക്കാൻ എല്ലാ പഴുതുകളും അടച്ചൊരു കാവൽ. ആ കല്ലറയ്ക്ക് കൽക്കഥ കൊണ്ടുവന്ന് അടച്ചു എന്ന് മത്തായി പറയുമ്പോൾ ഏതാണ്ട് 600 പൗണ്ട് ഭാരമുള്ള ഒരു ഗേറ്റ് കണക്കെയുള്ള കൽക്കഥകാണ് കൊണ്ടുവച്ചത്. റോമൻ മുദ്രയുണ്ട്. ഏതാണ്ട് 16-ലധികം പട്ടാളക്കാർ ഇതിന് കാവലിരിക്കുകയാണ്. നോക്കിക്ക്, ഉലക ചരിത്രം പഠിച്ചാൽ ഏതെങ്കിലും ഒരു കല്ലറയ്ക്ക് ഇത്രത്തോളം കാവലുണ്ടോ? ആയുധങ്ങളില്ലാതെ, കമ്പിയില്ലാതെ, കരവാളമില്ലാതെ, കരം കൊടുക്കാൻ വകയില്ലാതെ, നിന്ന് പ്രസവിക്കാൻ സ്ഥലമില്ലാതെ വന്ന ലോകരക്ഷകനായ എൻ്റെ കർത്താവിൻ്റെ കല്ലറയ്ക്കാണ് കാവൽ. ഉലകത്തിലെ ഒരു കല്ലറയ്ക്കും കാവലില്ല. യേശുവിൻ്റെ കല്ലറയ്ക്ക് സായുധ സേനകളുടെ അകമ്പടി അവൻ ഉയർക്കാതിരിക്കുവാൻ. പക്ഷേ ഈ ബന്ധങ്ങൾക്കൊന്നും കർത്താവിന് ഇവിടെ മൂടിവെക്കാൻ കഴിയത്തില്ല. നോക്കിക്കേ, കർത്താവ് മരിച്ചു. ആ കല്ലറയിൽ അവൻ്റെ ശരീരം വെച്ചകൾ പറഞ്ഞത്, ഈ 100 റാത്തൽ സുഗന്ധദ്രവ്യ കൂട്ടുമിട്ട് രക്തവും വെള്ളം ഒഴുകുന്ന ഈ ശരീരത്തിൽ നിന്ന് ഈ സുഗന്ധദ്രവ്യവും ഈ രക്തവും വെള്ളവും ചേർന്ന് കഴിഞ്ഞാൽ ഒരുതരം പശ പോലെയായി ഈ തുണിയുടെ അല്ലെങ്കിൽ റൂമാലിന്റെ ബന്ധമറത്ത് ക്രിസ്തു പുറത്തൊരിക്കലും വരികയില്ല. 2, ഈ കല്ലറ ഭേദിച്ചവൻ പുറത്തു വരികയില്ല. ഈ റോമൻ മുദ്ര ഭേദിക്കാൻ കഴിയില്ല. ഇനി പുറത്തു വന്നാലും സായുധമായ പട്ടാളക്കാർ ഇവിടെയുണ്ട്, ഒരിക്കലും പുറത്തു വരികയില്ലെന്ന് പറയുമ്പോൾ, ഇതാ എന്റെ കർത്താവിന്റെ പുറത്തെ നോക്കിക്കേ, പുറത്തിറങ്ങാൻ എല്ലാ പഴുതുകളും അടച്ച് അവർ കല്ലറയ്ക്ക് കാവൽക്കുമ്പോൾ തന്നെ ബന്ധിച്ചിരുന്ന ശീലയുടെ ബന്ധമകർത്ത് തന്നെ അടച്ചു വച്ചിരിക്കുന്ന കല്ലറയുടെ ശിലാകവാടങ്ങളെ തകർത്തുകൊണ്ട് കണ്ണിലെണ്ണയൊഴിച്ച് കയ്യിലായുധമേന്തി കാത്തിരുന്ന റോമൻ പടയാളികളെ അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട് മരണത്തിന്റെ മാറാലകരി എന്റെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരിൽ നിന്ന് മഹത്വത്തിന്റെ മകുടം ചൂടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു മഹാപുരുഷനുണ്ടെങ്കിൽ, ഒരു ആചാര്യനുണ്ടെങ്കിൽ, അവനത്രേ ഞങ്ങൾ ഉയർത്തുന്ന ശ്രീ യേശു ക്രിസ്തു. അവൻ മാത്രമാണ് ഉയർത്തെഴുന്നേറ്റ ഏക സത്യനിഷ്ഠ ദൈവം. അവൻ ഉയർത്തപ്പെട്ടു. ക്രൂശിലെ മരണത്താൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിന്റെ മഹിമയുടെ വലഭാഗെ അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിലും ഒരു നല്ല മധ്യസ്ഥനായി സ്വർഗത്തിൽ അവനുണ്ട്. പാപപിടികൾ ഏറ്റുപറഞ്ഞ്, തിന്മകൾ ഏറ്റുപറഞ്ഞ്, അധർമ്മങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുവാൻ ഇന്ന് രാത്രിയിൽ ഒരു നല്ല മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. ഈ രാത്രി മടങ്ങി വരുവാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹിത, മറുവില കൊടുക്കുവാൻ നിന്റെ വക്കൽ ഒന്നുമില്ല. നിന്റെ വിദ്യാഭ്യാസം, നിന്റെ പണം, നിന്റെ വസ്തു, നിന്റെ സ്ഥാനമാനങ്ങൾ, നിന്റെ സമൂഹ ബന്ധങ്ങൾ എല്ലാം നിരത്തി വെച്ചാലും അവന് മറുവില കൊടുക്കാൻ നിനക്ക് കഴിയാതിരിക്കുമ്പോൾ, ഉലകത്തിൽ ആർക്കും മറുവില കൊടുക്കാൻ ഇല്ലാതിരിക്കും
ഇരിക്കുമ്പോൾ മറുവിലയുടെ ശ്രേഷ്ഠത എന്തെന്ന് മറന്നു പോകരുത്. ആരാണ് മറുവില? ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവാണ് മറുവില. അവനാണ് മറുവിലയായി ഇവിടെ വന്നത്. വചനം പറയാണ്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. തീമോഥെയോസ് പറയാണ്, ഇതാ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏക മധ്യസ്ഥൻ, ഇതാ കർത്താവായ യേശു ക്രിസ്തു മാത്രം. സകല മനുഷ്യർക്കും വേണ്ടി സകലർക്കും മറുവിലയായി തീർന്ന ആമേൻ മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ വിളംബരം ചെയ്യുമ്പോൾ ഈ യേശു ക്രിസ്തുവാണ് മറുവില. ഇയ്യോബ് എന്ന ഭക്തൻ വിളിച്ചു പറയുന്നു 36:18, കോപം നിന്റെ പരിഹാസത്തിനെ വശീകരിക്കരുത്, മറുവിലയുടെ വലിപ്പമോർത്ത് ഈ രാത്രി നീ തെറ്റിപ്പോകരുത്. മറുവില എന്താണ്? യേശു ക്രിസ്തു. ഉലകത്തിലെ ഒരു മഹാന്മാർക്കും തുലനം ചെയ്യാൻ കഴിയാത്ത, സമം പറയാൻ കഴിയാത്ത ഉന്നതനായ, ഉത്കൃഷ്ടനായ, ആത്മീയനായ, ഉന്നതനായ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ, സർവചരാചരങ്ങളെയും ഭരിച്ചു നടത്തുന്ന സർവവല്ലഭനായ കർത്താവാണ് നിനക്ക് മറുവിലയായി തീർന്നത്. നിന്റെ നേട്ടങ്ങൾ കൊണ്ടൊന്നും അതിന് തുലനം ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഈ മറുവിലയുടെ വലിപ്പമോർത്ത് തെറ്റിപ്പോകാതെ മടങ്ങി വരുവാൻ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുമ്പോൾ, സ്നേഹിത, നേടിയതും വെട്ടിപ്പിടിച്ചതൊന്നും നിന്റെ പ്രാണനെ പിടിച്ചു നിർത്തുകയില്ല. ലോകത്തിന്റെ ജനതയെ, യുവതയെ ചടിലമായ നൃത്ത ചുവടുകൾ കൊണ്ട് അവരെ ആവേശഭരിതരാക്കിയ ഒരു മനുഷ്യനെ നമുക്കറിയാം, മൈക്കിൾ ജാക്സൺ എന്നാ പേര്. ആമേൻ. അദ്ദേഹത്തിന്റെ ആഗ്രഹം ചില്ലറയായിരുന്നു. 150 വർഷം വരെ ഭൂമിയിൽ ഒന്ന് ജീവിക്കണം. അത്രയുള്ള ചെറിയ ആഗ്രഹമാണ് അതിന് ചെയ്തത്. പണം ധാരാളമുണ്ട് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം കഴിക്കുന്ന ആഹാരം ഡോക്ടർമാർ പരിശോധിച്ച് കൊടുക്കണം. 15 ഡോക്ടർമാരെ കൂടെ എപ്പോഴും നിർത്തി. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾ കേടുപറ്റിയാൽ അത് മാറ്റിവെക്കുവാൻ, അത് ദാനം ചെയ്യുവാൻ ഏതാണ്ട് 200 കുടുംബങ്ങളെ തന്റെ കൂടെ പാർപ്പിച്ചു. ഒരു വിസ്തൃതമായ ക്യാമ്പസ് ആയിരുന്നു. അവിടെയാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം എത്ര സമയം ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, എന്ത് കഴിക്കണം, എപ്പോൾ യാത്ര ചെയ്യണം എന്നൊക്കെ പ്രോഗ്രാം എടുക്കണതെല്ലാം ഡോക്ടർമാർ ശുപാർശ തീരുമാനിക്കുമായിരുന്നു. കാരണം 150 വർഷം വരെ മൈക്കിൾ ജാക്സൺ ഒന്ന് ജീവിക്കണം, അതാണ് ആഗ്രഹം. നോക്കണം, അദ്ദേഹം യാത്രയുടെ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകത ഒരു മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളെ മാറ്റിവെക്കാൻ കഴിയുന്ന ആധുനികമായ ശസ്ത്രക്രിയ ചെയ്യാൻ സംവിധാനത്തോടു കൂടിയ യാത്രയാണ്. നോക്കണം, ഈ മനുഷ്യൻ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു. മുഖമൊക്കെ പല പ്രാവശ്യം ആകൃതികളൊക്കെ മാറ്റി, കോടികൾ മുടക്കി എല്ലാം ചെയ്തു. ആഗ്രഹം 150 വർഷം വരെ ജീവിച്ചിരിക്കണം. നോക്കണം, അദ്ദേഹം കിടക്കുന്ന കട്ടിലിന്റെ പ്രത്യേകത ഇതാണ്. ഉറക്കത്തിൽ പോലും ശരീരത്തിന്റെ ഓക്സിജൻ ലെവൽ നിയന്ത്രിക്കും, ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്ന കിടക്കയിലാണ് മൈക്കിൾ ജാക്സൺ ഉറങ്ങുന്നത്. ഇങ്ങനെ 150 വർഷം വരെ ജീവിക്കുവാൻ താല്പര്യത്തോടെ, സർവ്വസന്നാഹത്തോടുകൂടെ, ഡോക്ടർമാരുടെ അകമ്പടിയോടുകൂടെ, ഏറ്റവും ശ്രേഷ്ഠമായ കിടക്കയുടെ ആ അകമ്പടിയോടുകൂടെ അദ്ദേഹം മുൻപോട്ട് പോകുമ്പോൾ 2009 ജൂൺ മാസം 29-ാം തീയതി പ്രഭാത സമയത്തിൽ മൈക്കിൾ ജാക്സന്റെ ഹൃദയത്തിന് സ്പന്ദനം നിൽക്കുമ്പോൾ അദ്ദേഹം കിടന്ന കിടക്കയ്ക്ക് ഓക്സിജനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല, ശരീരത്തിന് ഊഷ്മാവ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കൂടുന്ന ഡോക്ടർമാർക്ക് ഒരിക്കൽ കൂടി ആ ഹൃദയത്തെ ഒന്ന് സ്പന്ദിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയം ദാനം ചെയ്യുവാൻ പണം വാങ്ങി മനസ്സോടെ നിന്ന് ആളുകൾക്ക് ഹൃദയം കൊടുക്കുവാനോ മാറ്റിവെക്കുവാനോ സമയം ലഭിക്കാതെ സെക്കൻഡുകൾ കൊണ്ട് ഇതാ മൈക്കിൾ ജാക്സൺ ലോകത്തോട് വിട പറയുമ്പോൾ ആ ജാക്സന്റെ മരണം നമ്മോട് വിളിച്ചു പറയുന്ന ഒരു മൗന സന്ദേശമുണ്ട്. നിനയാത്ത നാടിയിൽ മരണത്തിന് കരകൾ നിന്നെ തഴുകും. അതിനപ്പുറം നിന്റെ അകത്തുള്ള ആത്മാവിനൊരു നിത്യതയുണ്ട്. അത് എവിടെ ചെലവഴിക്കുമെന്ന് ഈ രാത്രി തീരുമാനിച്ചു കൊള്ളണം. നിനയാത്ത നാടിയിൽ ഒന്ന് നിന്റെ മരണം സംഭവിക്കാം, മറ്റൊന്ന് പ്രാണപ്രിയന്റെ വരവാകാം. നിന്റെ പാപത്തിന് പരിഹാരത്തിനായി നിനക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഇന്ന് മഹിമയുടെ വലഭാഗെ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഈ നല്ല മധ്യസ്ഥൻ ഈ മധ്യസ്ഥത വിട്ട് നിത്യന്യായാധിപനായി വേഗത്തിൽ വരുന്നൊരു നാള് അതെപ്പോഴും അറിയില്ല. 1, 2 മരണം ഏത് സമയത്ത് നിന്നെ തേടി വരാം. ഇത് രണ്ടിൽ ഏത് സംഭവിച്ചാലും ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നിന്റെ ആത്മാവ്, നിന്റെ പ്രാണൻ ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കുമോ? നീ നിത്യജീവന്റെ അവകാശിയാണോ അതോ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുമോ? നശ്വരമായ ആത്മാവ്, നശിക്കാത്ത ആത്മാവ് രണ്ടിടങ്ങളിൽ ഒന്നെങ്കിൽ നിത്യ സ്വർഗങ്ങളിൽ അല്ലെങ്കിൽ നിത്യയാതനയിൽ. ഈ എവിടെ പോകണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ നിത്യ നരകത്തിൽ വിരവാക്കി കൊടുക്കാതിരിക്കുവാൻ നിനക്കായി ഒരുവൻ ക്രൂശിൽ യാതനയേറ്റു, നിനക്കായി ഒരുവൻ മരിച്ചു, നിനക്കായി ഒരുവൻ കഷ്ടമനുഭവിച്ചിരിക്കുകയാണ്. ഈ രാത്രി പാപത്തിന് ശമ്പളമായ മരണത്തിലേക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ നിത്യജീവന്റെ അവകാശിയാക്കുവാൻ നിനക്ക് വേണ്ടി ഒരുക്കി തന്ന വഴി എത്ര ലളിതമാണ്. പാപം ചെയ്ത നീ ഇന്ന് ചെയ്യേണ്ട കാര്യം, യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്റെ പാപത്തിന് പരിഹാരത്തിനായി അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മടങ്ങി വരുന്ന കർത്താവേ, എന്നെ മകനാക്കി മകളാക്കി തീർക്കണമേ എന്ന് ഹൃദയം നുറങ്ങി പറഞ്ഞാൽ ഈ രാത്രി ആത്മ വിളിച്ചു പറയുന്നു, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്.
മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ആ കർത്താവിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുമോ? വെളിപ്പാട് പുസ്തകം ഇങ്ങനെ പറയുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു, ഞാൻ അകത്ത് വന്ന് അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത നിന്റെ കുടുംബത്തിൽ സമാധാനം നൽകുവാൻ നസ്രായ നിന്റെ ഹൃദയ കവാടത്തിൽ നിൽക്കുന്നു, നിന്റെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. ആ വാതിൽ കർത്താവിനെ തുറന്നു കൊടുത്താട്ടെ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും പ്രാണനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അല്ല, പ്രാണനെ വീണ്ടുകൊള്ളുവാൻ എന്ത് മറുവില കൊടുക്കും? രണ്ട് ചോദ്യങ്ങൾക്കും ഒന്നും മറുവില കൊടുക്കാനില്ലാതെ നിസ്സഹായനായി വിടുകയോടെ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്കും വേണ്ടി മറുവിലയായി തമ്പുരാൻ തന്റെ പ്രിയപുത്രനെ കൊടുത്തെങ്കിൽ ആ മറുവിലയുടെ വലിപ്പമോർത്ത് തെറ്റിപ്പോകാതെ മാനസാന്തരത്തോടെ മടങ്ങി വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനായി വീണ്ടെടുപ്പുകാരനായി ഏക സത്യ നിത്യതീയമായി അകത്തളത്തിൽ അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ക്രിസ്തുവിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യും. ഒരു വേള നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ദേശത്തിന് വേണ്ടി. ഈ 3 ദിനങ്ങളിലെ പ്രാർത്ഥന നിമിത്തം ഈ ദേശത്തിലെ കുടുംബം രക്ഷിക്കപ്പെടുവാൻ, പാപഭാരത്തിന് പിടിയിൽ നിന്ന് മോചിക്കപ്പെടുവാൻ, ജീവിതത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിനായി നമുക്ക് ദൈവങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഹൃദയം തകർന്നവര്, മനം തകർന്നവര്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയവർ, ജീവിതത്തെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ ഒരു വിടുതലിനായി ഈ രാത്രി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറഞ്ഞാട്ടെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവദാസന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഏറെ തകർച്ചയുടെ നടുവിലാണ് നിൽക്കുന്നത്. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ അകലങ്ങളിലായിരിക്കാം. ആ ശബ്ദപരിധി ഇരുന്നുകൊണ്ട് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം യേശുവിനെ കൊടുത്തു പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ അങ്ങയുടെ മകനായി തീരുവാൻ, മകളായി തീരുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. എന്റെ ഉള്ളത്തിലേക്ക് വരണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? ആ ഹൃദയത്തിലേക്ക് വരുവാൻ ഒരുവൻ നിൽക്കുകയാണ്. മറുബലിയായി തീർന്നവൻ, മറുബലിയായി നിനക്കായി പാപപരിഹാര ബലിയായി പരിണമിച്ചവൻ ഇന്ന് രാത്രി നിന്റെ ഹൃദയ കവാടത്തിൽ നിൽക്കുകയാണ്. ആ കർത്താവിനായി ഹൃദയത്തെ തുറന്നു കൊടുത്താട്ടെ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാത, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാത, നിനക്കീ വേദന വരുത്തി വച്ചതാം നീരഞ്ഞാനല്ലോ, നിനക്കീ വേദന വരുത്തി വച്ചതാം ചെഞ്ഞാനല്ലോ, മല പോലെ ശാപം ജോലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂല, മല പോലെ ശാപം ജോലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലോ, അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വീട്ടല്ലോ, അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വീട്ടല്ലോ, നന്ദി കെട്ടായി നരരെ നരക വീഥിയിൽ നിന്നു രക്ഷിപ്പാൻ, നന്ദി കെട്ടായി നരരെ നരക വീഥിയിൽ നിന്നു വാതിരു പൊൻകൂരുതി നീ ചീന്തി നിന്നല്ലോ, മന്നവാ തിരു പൊൻകൂരുതി നീ ചീന്തി നിന്നല്ലോ. മനസ്സോടെ ആ ശാപമര കുരിശ് എനിക്ക് നിനക്ക് വേണ്ടി തമ്പുരാൻ നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഞാനും നിങ്ങൾ വെൽക്കണ്ട ശാപമരം, പാപത്തിന് ശമ്പളം മരണമെന്ന വിധിയിൽ നിന്ന് മാറാതെ നിൽക്കുമ്പോൾ ആ വിധിയിലേക്ക് വിട്ടുകളയാതെ നിത്യമരണത്തിന് പടുകുടിയിൽ നിന്ന് കരന്തെന്നുയർത്തിയ പ്രാണപ്രിയന്റെ സ്നേഹം ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് മറുവിലയായി തീർന്ന ഈ കർത്താവിനെ ഹല്ലേലൂയ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ അങ്ങേ എന്റെ രക്ഷിതാവായി ഇന്ന് രാത്രി സ്വീകരിക്കുന്നു, ഞാൻ അങ്ങേ എന്റെ കർത്താവായി ഇന്ന് രാത്രി സ്വീകരിക്കുന്നു. ഈ ദിനങ്ങളിൽ യോഗങ്ങൾ എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, എന്റെ മടങ്ങി വരവിന് വേണ്ടിയാണ്, എന്റെ രക്ഷയിൽ എന്നെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്, സ്നാനത്തിലേക്ക് എന്നെ നയിക്കുന്നതിന് വേണ്ടിയാണ്, ആത്മജീവിതത്തിലേക്ക് എന്നെ നയിക്കുന്നതിന് വേണ്ടിയാണ്, ശുശ്രൂഷയിൽ എന്നെ അധികം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഈ രാത്രി ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവേ,
ഞങ്ങളുടെ മറുവിലയായവനെ, മറുവില കൊടുക്കുവാനൊന്നുമില്ലാത്ത വിടുകയോടെ നിന്ന് ഞങ്ങളെ, പണമില്ലാതെ പദവിയില്ലാതെ പാരമ്പര്യത്തിന്റെ അകമ്പടി പറയാനില്ലാത്ത ഞങ്ങളെ ശ്രേഷ്ഠമായ മറുവില കൊടുത്തങ്ങ് സ്നേഹിച്ച മഹാസ്നേഹത്തിനായി ഈ രാത്രി ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ അങ്ങ് മഹത്വപ്പെടുന്നപ്പോ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ അവനെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച പിതാവേ, സ്നേഹത്തിന്റെ ആട് ഞങ്ങൾ അറിയുന്ന കർത്താവ്, ഞങ്ങൾ അല്പം വൈകി പോയെങ്കിലും അറിയാൻ ഭാഗ്യം നൽകിയല്ലോ. ഈ രാത്രി ശബ്ദം കേൾക്കുന്നവരിൽ ആരും അതറിയാതെ നിത്യനാശത്തിൽ പോകാൻ ഇടയാകാതെ ഈ രാത്രി മടങ്ങി വരാനൊരവസരം കൊടുക്കണമേ. ദൈവം കൊടുത്ത ഈ പുതുവർഷത്തിന്റെ പ്രാരംഭമാസത്തിലെ ഈ 2ാം ആഴ്ച വിലയേറിയതായി കണ്ടുകൊണ്ട് മടങ്ങി വന്ന് നിത്യരക്ഷ കരഗതമാക്കുവാൻ എല്ലാവർക്കും ഒരുക്കണം. ഞങ്ങളുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകരുത്. ഞങ്ങളുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അത് മനുഷ്യർക്ക് അസാധ്യമാണ്, മതങ്ങൾക്ക് അസാധ്യമാണ്, ആചാര്യന്മാർക്ക് അസാധ്യമാണ്, രക്തബന്ധങ്ങൾക്ക് അസാധ്യമാണ്. എന്നാൽ ഞങ്ങൾക്കായി മറുവിലയായി അങ്ങ് പരിണമിച്ച് ക്രൂശലയാകത്താ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് മക്കളാക്കിയല്ലോ. 1-ാമത്തെ ആദം നഷ്ടപ്പെടുത്തിയ പുത്രത്വം ക്രൂശിലെ മരണത്തിലൂടെ ഒടുക്കത്തെ ആദാം ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ. ആ മക്കളെന്ന പദവിയിൽ നിന്നുകൊണ്ട് ആത്മീയജീവിതം നയിച്ചുകൊണ്ട് മുന്നേറാൻ എല്ലാവരെയും സഹായിക്കണമേ. ജനത്തെ അനുഗ്രഹിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. മാതൃകയുള്ള ക്രിസ്തു ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ നമ്മുടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ രാത്രി കർത്താവ് നമ്മെല്ലാം അനുഗ്രഹിക്കേണ്ട സമയം നൽകിയ ദൈവദാസന്മാർക്ക് നന്ദി പറയുന്നു. കൃപയിൽ കർത്താവ് നമ്മളെ പൊതിയട്ടെ. ആമേൻ.